അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം, അനുഗ്രഹത്തിന് അണിപ്രദാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും ഈ നിമിഷം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങൾ, അവർക്ക് വേണ്ടി അവർക്ക് അടുത്തില്ലെങ്കിൽ അവർക്ക് വേണ്ടി മാതാപിതാക്കന്മാർ എടുത്ത് പോയി കയ്യിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ നിങ്ങളുടെ ഉപകരണങ്ങളെ ആശീർവദിക്കുന്നു. നിങ്ങൾ ഓരോരോ ഇടങ്ങളിലേക്ക് പോകാനും കൊടുക്കാനും വാങ്ങിക്കാനുമുള്ള വിഷയങ്ങളെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവ്, ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനേക്ക് നളിച്ചത് കർത്താവിൻ്റെ ദൂതൻ നിനക്ക് മുമ്പേ പോവുകയും നിൻ്റെ വഴികളെ ക്രമീകരിക്കുകയും ചെയ്യട്ടെ. ആശങ്കപ്പെടുന്ന വിഷയങ്ങൾ, ആശങ്കപ്പെടുന്ന വ്യക്തികൾ
പരിശുദ്ധാത്മാവ് നിറയട്ടെ. നിന്നെ ഭീഷണിപ്പെടുത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന ഇന്നത്തെ എന്തെല്ലാം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ യോഗമാകാം, മീറ്റിംഗ് ആകാം, അവിടെ ഉണ്ടാകുന്ന ക്രിറ്റിസിസം ആകാം, നിന്നുള്ള ചോദ്യം പറച്ചിലാകാം, എന്തും ആയിക്കൊള്ളേ, അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch your fire finger, soak with the precious blood, authority of the Catholic Church, power of Jesus Christ, with the merit of some holy priesthood. I bless and hallow you. എനിക്ക് ബൈബിൾ ഇഷ്ടപ്പെട്ടൊരു വാക്ക് എന്നാണ് സന്ദർശനത്തിൻ്റെ സമയം എന്ന് പറയും. കർത്താവ് ഓശാന പാടി എതിരേറ്റ് വിജയശ്രീലാളിതനായിട്ട് ജെറുസലേമിലേക്ക് രാജ്യക്ക് പ്രവേശനം നൽകി കഴിഞ്ഞതിന് ശേഷം ആൻറ്റി ക്ലൈമാക്സ് അടിക്കും. എന്താണ്? മാവിട്ട് കരയും. ഭയങ്കര രസമല്ലേ അത്? അതായത് ജനലക്ഷങ്ങൾ അകമ്പടിയോടുകൂടി ജനങ്ങളുടെ കൂടെ പട്ടണത്തിൽ പ്രവേശിച്ചിട്ട് അവൻ പൊട്ടിച്ചിരിച്ചെന്ന് പറയുന്നതിന് പകരം ബൈബിൾ പറയും അവൻ പൊട്ടിക്കരഞ്ഞെന്ന് പറയും. എന്താ കാര്യം? ഒറ്റ കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ്. ഒറ്റ കാര്യം എന്താണത്? സന്ദർശനത്തിന്റെ സമയം അറിഞ്ഞില്ല. ലൂക്ക 19:42 സമാധാനത്തിനുള്ള മാർഗങ്ങൾ, സമാധാനത്തിന്റെ മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇതാ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ സമാധാനത്തിന്റെ മാർഗം എന്താ ശരിക്കും പറഞ്ഞ? അനുതാപത്തിന്റെ മാർഗങ്ങളാണ്. സമാധാനത്തിന് മാർഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈബിളിൽ സമാധാനം വരണത് അനുതാപത്തിലൂടെയാണ്. ദൈവമായിട്ട് നമ്മൾ നിരപ്പാകണത് അനുതാപത്തിലൂടെയാണ്. അപ്പൊ അനുതാപത്തിലുള്ള മാർഗങ്ങള് നിന്റെ മുമ്പിൽ നിന്ന് ദൈവം മറച്ചു വെച്ചിരിക്കുന്നു. ചില ആൾക്കാരൊക്കെ എങ്ങനെയാണെന്ന് അറിയാം, ഉള്ള പോക്കൃത്തരങ്ങളെല്ലാം ജീവിതത്തിൽ കാണിക്കും. എന്നിട്ടും മറ്റുള്ളവർ പറയും ഇത് ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. എന്നിട്ട് പറയും ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട്. പിന്നെ ദൈവത്തെക്കുറിച്ച് തന്നെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ കയ്യിരിപ്പം മുഴുവനും ഒന്നെങ്കിൽ ടാക്സ് വെട്ടിപ്പ്, അല്ലെങ്കിൽ സഹോദരന്മാർക്ക് കൊടുക്കാനുള്ള വസ്തു കൊടുക്കാതിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ തൊഴിലാളിക്ക് കൂലി കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ദൈവത്തെ നിരക്കാത്ത എന്തെങ്കിലും ജീവിത രീതികൾ. പക്ഷെ നമ്മൾ പറയും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് നമ്മൾ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കും. വിഡ്ഢികളുടെ സ്വർഗത്തിൽ അങ്ങനെ കുറേ ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. അപ്പം എന്താ സംഭവം എന്ന് പറയണത്? ഇവർക്ക് അനുതാപം കൊടുക്കത്തില്ല ഒരിക്കലും. അനുതാപത്തെക്കുറിച്ച് അവർ സംസാരിക്കുന്നത് കാര്യം എന്തല്ല, അവർ ഓക്കെ ആണെന്ന് അവർ സ്വന്തമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അവർ ഓക്കെ ആണെന്ന് അവരുടെ കുടുംബാംഗങ്ങൾ മൊത്തം അവരെ ബ്രാൻഡ് ചെയ്യും. കാര്യം അങ്ങനെ ആരും സമ്മതിക്കത്തില്ല. കുടുംബത്തോടെ തന്നെ പാപത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം എന്താ വെച്ചാൽ അവർ അതൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ, അവരുടെ പാപങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ അവർക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല, നഷ്ടമേ ഉണ്ടാകത്തുള്ളൂ. മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരും. അപ്പം അതുകൊണ്ട് ഇവരെല്ലാം കൂടി ഒരു കൈയാട്ട് നിന്നുകൊണ്ട് തിന്മയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താ പറ്റുന്നത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ദൈവം അവർക്ക് അനുതാപം കൊടുക്കത്തില്ല. അതാണ് പറഞ്ഞത് മറച്ചു വെച്ചെന്ന് പറഞ്ഞതല്ലേ. മത്തായി 7:6 വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്, വിശുദ്ധമായ നായ്ക്കൾക്ക് കൊടുക്കരുത്, നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ മനസ്സിരിപ്പ്. എന്താണ്? നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കരുത്. ഇതന്നെ ദൈവത്തിന്റെ മനസ്സിരിപ്പ്. അതുകൊണ്ട് ഇതുപോലെയാണ് ദൈവം അതുപോലെ ചെയ്യണത്. ദൈവം ചെയ്യണതാണ് നമ്മളോട് പറയണത്. ദൈവം എന്താ ചെയ്യണത്? ചെറിയ അണ്ണന്മാർക്ക് മുത്തുകൾ കൊടുക്കത്തില്ല. എന്താണ്? അനുതാപം കൊടുക്കത്തില്ല. പന്നിയാണെന്ന് എഴുതറിയാം. പന്നീനെ എന്തിനാണ് നമ്മൾ വളർത്തുന്നത്? വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനമാണ്. വെട്ടാൻ നിർത്തിയിരിക്കുന്ന സാധനത്തിന് അനുതാപം കൊടുക്കത്തില്ല. നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാ? എല്ലാ പരിപാടി പോകരിക്കണക്ക് കാണിച്ചിട്ട് പിന്നെ ഒരു പള്ളിയെ എന്താ അത് ചവിട്ടി മെതിക്കുകയും എന്നാ പറഞ്ഞു. നീ എന്താ ചെയ്യണേ? അവ അത് ചവിട്ടി നശിപ്പിക്കുകയും അനുതാപത്തെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ചവിട്ടാൻ വരും. തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും പറയുന്നവനെ പറഞ്ഞതിനെ ആക്ഷേപിച്ച് കളയും. അതാണ് പന്നിയുടെ സ്വഭാവം. പിന്നെ അയാളിപ്പോൾ പഠിക്കാൻ വന്ന് അയാൾ അപ്പനെങ്ങനെ എനിക്കറിയാമെന്ന് പറയും. ഇതാണ് സംഭവം. പറയുന്നതിനെ ആക്ഷേപിക്കാൻ വരും. അപ്പോൾ ഇതെല്ലാം ഇതിനകത്ത് ഉള്ളതാണ്. പക്ഷേ ദൈവസ്നേഹമുള്ളവരാണെങ്കിൽ
അത് നമ്മളെ ആക്രമിച്ചാലും ശരി, പറയാനുള്ളത് നമ്മൾ പറയും. എന്താ കാര്യം? നമ്മൾ പറയണത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാണ് പറയണത്. ആദ്യമേ തന്നെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് സ്നേഹ ജോസഫ്. ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപത കുളത്തൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമായിട്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2023 ഒക്ടോബർ 21 കിട്ടിയ സാക്ഷ്യങ്ങൾ പറയുന്നതിന് മുൻപേ എങ്ങനെയാണ് ആ ഉടമ്പടിയിലേക്ക് ഞാൻ എത്തിയതെന്നാണ് ഞാൻ ആദ്യമേ പറയാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ OET എക്സാം എഴുതുന്നതിൻ്റെ ആവശ്യമായിട്ടാണ് സത്യത്തിൽ കൃപാസന മാതാവ് അല്ലെങ്കിൽ അതിന് ചുറ്റുപാടുകളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നത് ആ സമയത്തോടു കൂടിയാണ്. ഞാൻ ആദ്യമേ OET എക്സാം എഴുതുന്നത് സെപ്റ്റംബറിലാണ്. ആ OET എക്സാം മുതൽ മമ്മി പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, കൃപാസന മാതാവിൻ്റെ അടുത്ത്, നീ പ്രാർത്ഥനയിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുമ്പോൾ നിനക്ക് മാതാവ് നീ ചോദിക്കുന്ന എന്തും തരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനു മുൻപേ തന്നെ പ്രാർത്ഥന എന്താണ് ഓരോ കൂദാശകളെന്നുള്ള കാര്യങ്ങളിൽ സാധാ ഒരു ക്രിസ്ത്യാനിയെ പോലെയുള്ള ഒരു ചെറിയ തോതിലുള്ള ഒരു വിവരവും കാര്യങ്ങളും മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. കുർബാനയ്ക്ക് പോയാൽ തന്നെ 1.5 മണിക്കൂർ കുർബാന കാണണം, അത്ര നേരം പള്ളി നിൽക്കണം എന്നുള്ള ചിന്തയൊക്കെ ആയിരുന്നു. അല്ലാതെ പോയി പ്രാർത്ഥിക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആ സമയത്ത് ചിന്തിച്ചിട്ടേ ഇല്ല. വയസ്സ് 10-25 എന്ന് പറഞ്ഞിട്ടും ആ സമയങ്ങളിൽ എനിക്ക് അങ്ങനൊരു തോന്നലേ ഉണ്ടായിട്ടില്ല. പള്ളിയിൽ പോകുന്നു, കുർബാന അച്ഛൻ ചെല്ലുന്നു, ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കാഴ്ചകൾ കാണുന്നു, എന്തൊക്കെയോ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അല്ലാതെ കൂദാശ എന്താ, അതിനുവേണ്ടി ഞാൻ ഈശോയോട് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് ഒന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല അതിനെപ്പറ്റി. മമ്മി എൻ്റെ അടുത്ത് ഫസ്റ്റ് OET എക്സാം ഞാൻ എഴുതാൻ പോകുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ട്, നീ കൃപാസന മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നീ പോയി വന്ന് ഉടമ്പടി എടുക്കുക. അപ്പം ഞാൻ പറഞ്ഞു, അത്രയ്ക്ക് പവറുള്ള മാതാവാണെങ്കിൽ ഞാൻ എക്സാം എഴുതുമ്പോൾ എനിക്ക് റിസൾട്ട് തരട്ടെ, എന്നിട്ട് ഞാൻ പോയി ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു. മമ്മി പറഞ്ഞു, നീ ഇപ്പം ഈ പറഞ്ഞതിന് നീ തിരിച്ച് പറയുന്ന ഒരു അവസരം വരുമെന്ന് പറഞ്ഞു. കറക്റ്റ് അതേപോലെ ഫസ്റ്റ് എൻ്റെ OET റിസൾട്ടിന് ഒരു സബ്ജക്റ്റിന് എനിക്ക് കിട്ടിയില്ല, റിക്വയർഡ് ആയിട്ടുള്ള മാർക്ക് എനിക്ക് കിട്ടിയില്ല. അപ്പം ഞാൻ തിരിച്ചറിഞ്ഞു എന്നെ ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ എന്നിട്ടും മനസ്സുകൊണ്ട് പോവണ്ട, ഞാൻ ഇതിലൊന്നും കൂടുതൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളല്ലല്ലോ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വരും, അങ്ങനത്തെ കുറേ ചിന്തകളായി. പിന്നെ മമ്മി എനിക്ക് വേണ്ടി നിറയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും കൂടുതലായിട്ടുള്ള അനുഷ്ഠാനങ്ങളൊന്നും ഞാൻ അനുഷ്ഠിക്കുന്നില്ല. കുമ്പസാരിക്കുകയും ചെയ്യുന്നുണ്ട്, അത്രേ ഉള്ളൂ. ഒരു ഒഴുക്കിലങ്ങ് പോകുക, അത്രേ ഉള്ളൂ. അങ്ങനെ മമ്മി ഒത്തിരി പ്രാർത്ഥിച്ചു. മമ്മിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ 3 മക്കളുണ്ട്, ഞങ്ങളെ 3 മക്കളെയും പ്രാർത്ഥനയിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവന്ന മമ്മിയാണ്. എൻ്റെ മാമോദിസ പേര് മരിയ എന്നാണ്, മമ്മിയുടെയും മരിയ എന്നാണ്. അതേപോലെ മാതാവിനെ പോലെ മാതാവ് എങ്ങനെയാണോ തൻ്റെ മകനെ ചേർത്ത് പിടിച്ചത്, അതേപോലെ ഞങ്ങളുടെ മമ്മി ഞങ്ങളെ ചേർത്ത് പിടിച്ചാണ് ഞങ്ങളെ ക്രിസ്ത്യാനി ആ ഒരു കൾച്ചറിലെല്ലാം കൊണ്ടുവരുന്നത്. അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് ഒക്ടോബർ 21 2023 ഒക്ടോബർ 21 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയത്തില്ല, പിന്നെ എനിക്ക് എന്താണ്, ബൈബിള് വായിക്കണം, കുർബാന സ്വീകരിക്കണം, ആകെപ്പാടൊരു വെപ്രാളമാണ്. ഒരു ഞായറാഴ്ചയെങ്കിലും കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ എനിക്ക് കുമ്പസാരിക്കണം, അങ്ങനെ അറിയത്തില്ല. നമ്മുടെ എന്തൊക്കെയോ തെറ്റുകൾ നമ്മൾ ചെയ്യുന്നു എന്ന് പറയില്ലേ, ആ ഒരു തെറ്റുകൾ നമ്മുടെ മനസ്സിലിട്ട് ഇങ്ങനെ കുത്തുന്ന ഒരു ഫീലാണ് എനിക്ക്. ബൈബിൾ വായിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്, ആകെപ്പാടെ പ്രശ്നം. അങ്ങനെ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ എക്സാമിന് ഡേറ്റ് ഇടുന്ന ഡിസംബർ 16 ഞാൻ ഡിസംബർ 16 എക്സാമിന് പോകുന്നു 2023. ഞങ്ങളുടെ ആ ഒരുപാട് ചേഞ്ചസ് വന്നു ആ സമയത്ത് എക്സാമിനൊക്കെ. ഞാൻ പ്രതീക്ഷിച്ചു എനിക്ക് കിട്ടത്തില്ല എന്ന് തന്നെയാണ് ഞാൻ ഉറപ്പിച്ചത്. എക്സാമിന് പോയി, എനിക്കൊന്നും കേൾക്കുന്നില്ല. ലിസണിങ് എക്സാമിന് എനിക്കൊന്നും കേൾക്കുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ എഴുതേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ ഹെഡ്ഫോൺ വെക്കുമ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് പോവുക, എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ വെച്ച് എൻ്റെ മനസ്സിലാരോ പറയുക, അച്ഛൻ പറഞ്ഞ ഒരു വാക്ക്, പ്രൈവറ്റ് ഡിറ്റക്ഷൻ ആണ്, നീ പറയുന്ന കേട്ടെഴുതെന്ന്. എനിക്ക് ചെവി കൂടെ പറയുന്ന ഒന്നും കേട്ടുകൂടാ. പക്ഷെ എൻ്റെ മനസ്സിലിരുന്ന് ആരൊക്കെയോ ഉത്തരം പറഞ്ഞു തരുന്നു. ആ ഉത്തരങ്ങളാണ് ഞാൻ എഴുതിയത്. ജനുവരി 16 എൻ്റെ റിസൾട്ട് വന്നപ്പോൾ 4B നൽകി മാതാവ് എന്നെ അനുഗ്രഹിക്കുക ചെയ്തത്. ഞാൻ ഉറപ്പ് പറയുക, ഞാൻ കേട്ടതൊന്നും എഴുതിയിട്ടില്ല. എനിക്കൊന്നും കേൾക്കാൻ പറ്റിയില്ല എഴുതാൻ വേണ്ടി. എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറഞ്ഞു തന്നത് മാത്രമാണ് ഞാൻ എഴുതിയത്. അങ്ങനെയാണ് എനിക്ക് ആ ടൈമിൽ OET ഫുൾ ക്ലിയർ ചെയ്ത്. അപ്പം ഒരു പരീക്ഷണം എന്ന രീതിയിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. അന്ന് വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് വേറെ 6 കാര്യങ്ങൾ എഴുതാൻ പറഞ്ഞു. 6 കാര്യങ്ങൾ എന്തൊക്കെയോ എഴുതി എന്നുള്ളതല്ലാതെ ഞാൻ പ്രാർത്ഥിച്ചത് OETക്ക് വേണ്ടി മാത്രമാണ്. OETക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. OET എനിക്ക് മാതാവ് തന്നു. എല്ലാവരും പറഞ്ഞു 4B ഉണ്ടല്ലോ, നീ അയർലൻഡ് നോക്ക്, UK നോക്ക്. എനിക്കറിയത്തില്ല, എന്തോ ചെയ്യണമെന്നറിയത്തില്ല. എൻ്റെ മനസ്സിൽ നിന്ന് എന്തിനു വേണ്ടി സെലക്ഷൻ എടുക്കണമെന്നും അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി, വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി.
ഞാൻ മറ്റുള്ളവരെ ഓരോ തവണ കാണുമ്പോൾ, ആരെ കാണുമ്പോഴും, പാവപ്പെട്ടവരാണ്, ആരെ കാണുമ്പോഴും മാതാവേ എന്നിലൂടെ അവർക്ക് എന്തുപകാരമാണോ നീ ആഗ്രഹിക്കുന്നത് അത് ചെയ്യാനായിട്ട് എന്നെ അനുവദിക്കണേന്നൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോ പ്രാർത്ഥനകൾ പോലും വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെയോ യു കെയുടെ ഇതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് തോന്നി. യു കെക്ക് അപ്ലൈ ചെയ്തു. ആരൊക്കെയോ പറഞ്ഞതിൻ്റെ ഇതിൽ. പക്ഷേ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഇന്നിപ്പോൾ 6ാമത്തെ തവണയാണ് പുതുക്കുന്നത്. ഇതുവരെ ഞാൻ യു കെക്ക് എനിക്ക് ജോലി വേണമെന്നുള്ളത് ഞാൻ എൻ്റെ ഉടമ്പടി പത്രത്തിൽ എഴുതിയിട്ട് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടില്ല. അന്ന് മുതൽ എൻ്റെ മനസ്സിൽ പറഞ്ഞതിന് നീ എങ്ങോട്ടാണോ മാതാവേ, നീ എവിടാണോ എനിക്ക് ഒരുക്കിയിരിക്കുന്നത് അതെന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് എൻ്റെ മനസ്സിൽ വരാൻ തുടങ്ങിയത്. വിട്ടു. എന്തെങ്കിലും എവിടെയെങ്കിലും ജോലി കിട്ടട്ടെ എന്നുള്ള ഇതിൽ വിട്ടു. അങ്ങനെ ഇരിക്കുമ്പം ഈ വർഷം ജൂലൈ 26-ാം തീയതി സൗദിയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അവർക്കവിടെ ആവശ്യമുള്ള സ്റ്റാഫ് ICU സ്റ്റാഫും പീഡിയാട്രിക് സ്റ്റാഫുമായിരുന്നു. എനിക്ക് എക്സ്പീരിയൻസ് കാഷ്വാലിറ്റിയിലാണ്. എനിക്ക് പീഡിയാട്രിക്കിനെ കുറിച്ചും അറിഞ്ഞുകൂടാ, ICUവിൽ എന്താ നടക്കുന്നതെന്നുള്ളതും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് അന്നത്തെ ഇൻ്റർവ്യൂവിന് പോയപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുന്നേ ഉപ്പിട്ട് വെളി പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് എൻ്റെ ഈ മാതാവിനെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ കയ്യിൽ നിന്ന് താത്തു വെച്ചിട്ടില്ല. എവിടെ പോയാലും ഈ മാതാവിനെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. എങ്ങാനും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോൾ മാതാവിനെ വിട്ടു പോയാൽ എൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ തോന്നിക്കും പോയി നീ മാതാവിനെ എടുത്തുകൊണ്ട് വരാൻ. അങ്ങനെ മാതാവിനെയും കൊണ്ടേ ഞാൻ എവിടെയും പോയിട്ടുള്ളൂ. അന്നത്തെ ഇൻ്റർവ്യൂവിന് കയറി അകത്ത് ചെന്നപ്പോൾ ഒരു ഫിലിപ്പിയൻ സ്ത്രീയാണ് ഇരിക്കണത്. എനിക്കറിയത്തില്ല പുള്ളിക്കാരി എന്താ പറയുന്നത്. എനിക്ക് ഇത്ര നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാമെന്നോ ഞാൻ ആലോചിച്ചു പോയേ. മാതാവിൻ്റെ അടുത്ത് നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയല്ലേ, അതേപോലെ ഞാൻ എന്തൊക്കെയോ ഇംഗ്ലീഷിൽ പറയുന്നു. എൻ്റെ കൂടെ വന്ന സ്റ്റാഫുകൾ ICU എക്സ്പീരിയൻസ് ഉള്ളവരും പീഡിയാട്രിക് എക്സ്പീരിയൻസ് ഉള്ളവരും 10 സ്റ്റാഫ് എൻ്റെ കൂടെ വന്നു. അതിൽ 9 പേർക്കും കിട്ടിയില്ല. എനിക്ക് മാത്രമേ അന്നത്തെ ആ സെലക്ഷൻ കിട്ടിയിട്ടുള്ളൂ. ആ സെലക്ഷൻ കിട്ടിയതും കുറച്ച് വേറെ എൻ്റെ ഏജൻസിയിൽ തന്നെ സെലക്ഷൻ കിട്ടിയ വേറെ കുട്ടികളുണ്ട്. ആർക്കും ഓഫർ ലെറ്റർ വന്നില്ല. എനിക്ക് മാത്രമേ ഓഫർ ലെറ്റർ വന്നിട്ടുള്ളൂ. 1 വീക്കിനകത്ത് ടിക്കറ്റ് കിട്ടിയ ഞാൻ സൗദിക്ക് പോകാൻ വേണ്ടി ഇരിക്കുക. ഞാൻ എന്താണോ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചത് അതൊന്നുമല്ല മാതാവ് നമുക്ക് വേണ്ടി തരിക എന്ന് പറയത്തില്ലേ, നമുക്ക് എന്താണോ നല്ലത്. ഞാൻ എന്തെങ്കിലും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കൊള്ളൂല്ലെങ്കിൽ മാതാവ് തരുമില്ല, പകരം അതിനെക്കാട്ടി നല്ലതേ തരുള്ളൂ. അതേപോലെ 2022 മുതൽ ഞങ്ങളുടെ വീട്ടിൽ എനിക്ക് എൻ്റെ അനിയന് ചൊറിച്ചിൽ, ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിലായിരുന്നു. ഒരു വർഷം തന്നെ പർട്ടിക്കുലർ മന്ത്സിൽ ചിലപ്പം 3 മാസത്തിലൊരിക്കൽ, ചിലപ്പോൾ 2 മാസത്തിലൊരിക്കൽ ചൊറിഞ്ഞ് പൊട്ടും. ദേഹം അത്രയും നല്ല രീതിയിൽ ചൊറിഞ്ഞ് പൊട്ടും. ഇതുപോലൊരു ആൾക്കൂട്ടത്തിലൊന്നും വരാൻ പറ്റത്തില്ല. ഡ്രസ്സ് ചുവന്ന നേരം ഇടാൻ പറ്റത്തില്ല. ഫാനില്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ അനിയത്തി കട്ടിലേൽ വെറും പേപ്പർ വിരിച്ചിട്ട് അതിലാണ് അവൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. കിടന്നുകൊണ്ടിരുന്നത് ഡ്രസ്സ് പോലെ ഒക്കെ ഇടാൻ പറ്റത്തില്ലായിരുന്നു. അത്രയ്ക്കും ബുദ്ധിമുട്ടായിരുന്നു. വീട്ടിലെല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ എന്നാണോ ഞാൻ ഉടമ്പടി എടുത്തത് അന്ന് മുതൽ ഞാൻ എൻ്റെ നിയോഗ പേപ്പറിൽ അന്ന് എഴുതിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉപ്പ് ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് ഞാൻ കുളിക്കുന്ന വെള്ളത്തിലും അനിയനും വീട്ടിലെല്ലാവരും കുളിക്കുന്ന വെള്ളത്തിലും ഇട്ട് ചൂടാക്കിയ വെള്ളം വെച്ച് കുളിക്കാൻ തുടങ്ങി. 2023 ഒക്ടോബർ 21 ഞാൻ ഉടമ്പടി എടുക്കുന്നത്. അന്ന് മുതൽ ഇന്ന് 2025 സെപ്റ്റംബർ 23 ഇന്ന് വരെ ഒരു 5-6 തവണയെങ്കിലും ഈ ചൊറിച്ചിൽ വന്നു പോവേണ്ടതാണ്. എന്നാണ് ഉടമ്പടി എടുത്തത് അതിനുശേഷം ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും ഇങ്ങനൊരു ചൊറിച്ചിൽ വന്നിട്ടില്ല. മാതാവ് എടുത്തു മാറ്റി, ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആ ഒരു പിശാച് ബാധത്തിനെ എടുത്തു മാറ്റുകയാണ് ചെയ്തത്. ഇന്ന് ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. അതേപോലെ ഞാൻ ആദ്യമേ പറഞ്ഞു പള്ളി പോകുന്ന കാര്യവും പബ്ലിക്കിൽ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ബൈബിൾ വായിക്കുക എന്നുള്ളതൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടായിരുന്നു. മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുക എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് പോലും നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണം, ഇന്ന കാര്യം ഞങ്ങൾക്ക് സാധിച്ചു തരാൻ വേണ്ടി നീ നിൻ്റെ മാതാവിൻ്റെ അടുത്ത് പറയണമെന്ന് പറഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരുപാട് പേർക്ക് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം സാധിച്ചു കിട്ടി. നമ്മളെ മാതാവ് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മളിവിടെ വരത്തുള്ളൂ. അങ്ങനെ നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മാതാവ് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ കാര്യം റെഡിയാക്കി തന്നിരിക്കും. നമ്മളെ മൊത്തത്തിൽ മാറ്റും. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുക, ഞാൻ ഇങ്ങനെ ഒരാളല്ലായിരുന്നു ഇവിടെ വരുന്നിടം വരെ. ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാമെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നാണക്കേടായിരുന്നു സത്യം പറഞ്ഞാൽ. ഞാൻ ചിന്തിച്ചു നോക്കിയാൽ. പക്ഷെ ഞാൻ ഇന്ന് ഇത്രയും ആൾക്കാരുടെ മുന്നേ ഇങ്ങനെ ഒരു കാര്യം ഇവിടെ പറയുന്നുണ്ടെങ്കിൽ എന്നെ മാതാവ് അത്രയ്ക്കും മാറ്റിയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരുപാട് മാതാവിനോടും തിരുക്കുമാരനോടും ഒരുപാട് താങ്ക്ഫുള്ളാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ അമ്മമാർ, അല്ലെങ്കിൽ എനിക്ക് അറിയത്തില്ലാത്ത ആൾക്ക്, ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർ നോക്കാനില്ലാത്തവരൊക്കെ വന്ന് ആരെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടിട്ട് പോകും, ആരെങ്കിലും സിസ്റ്റർമാരൊക്കെ നോക്കിക്കോട്ടെ എന്ന്. ആരെയും ഞാനിതുപോലെ ഒരു കാര്യത്തിന് ബുദ്ധിമുട്ടിപ്പിച്ചിട്ടില്ല.
നമുക്ക് മാതാവ്, ഞാനെല്ലാം ഒരു അവസരമായിട്ടാണ് കണ്ടിട്ടുള്ളത്. മാതാവ് എനിക്ക് തന്നൊരവസരം, ആ അമ്മേനെ അല്ലെങ്കിൽ ആ അച്ഛനെ നോക്കാനുള്ളൊരവസരം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാവരെയും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുന്ന പോലെയാണ് ഞാൻ നോക്കിയിട്ടുള്ളത്. അതേപോലെ തന്നെ അവിടെ ഞാൻ തിരുവനന്തപുരത്താണ് വർക്ക് ചെയ്തത്. അവിടുത്തെ മെഡിക്കൽ കോളേജിലും അവിടുത്തെ ജനറൽ ആശുപത്രിയിലൊക്കെ പോയി ഞാൻ ഫുഡ് ഉണ്ടാക്കിയാണ് കഴിക്കുന്നത്. എനിക്ക് ഉണ്ടാക്കുന്ന ഫുഡ് ഞാൻ കൊണ്ടു കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ പൈസ കൊടുത്ത് വെളിയിൽ നിന്ന് ആഹാരം വാങ്ങിച്ച് അവിടെ ആശുപത്രികളിൽ കൊണ്ടു കൊടുക്കുകയും ചെയ്യും. അതേപോലെ തന്നെ ഇവിടുന്ന് വാങ്ങിക്കുന്ന പത്രം, സത്യം പറഞ്ഞാൽ ആദ്യത്തെ തവണ ഞാൻ പത്രം വാങ്ങിച്ചു എന്നുള്ളതല്ലാതെ ഞാൻ അന്നേ വരെ തുറന്ന് നോക്കിയിട്ടുമില്ല, വായിച്ചിട്ടുമില്ലായിരുന്നു. ഞാൻ ഓരോരുത്തർക്കും കൊണ്ടു കൊടുത്തിട്ട് ഞാൻ ആലോചിക്കും, പിന്നെ എൻ്റെ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിക്കാൻ തുടങ്ങി, നീ എന്നാത്തിനാ ഇത് ഓരോരുത്തർക്ക് കൊണ്ടു കൊടുക്കുന്നത്, അതിനകത്ത് എന്താ നിനക്കറിയാമോ എന്നുള്ള ചോദ്യം എന്നെ മാതാവ് ഒരുപാട് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അവിടെ വെട്ടുകാടെന്ന് പറഞ്ഞൊരു പള്ളിയുണ്ട്, അവിടെ പോയിരുന്ന് പത്രം വായിച്ച്, കുറേ അമ്മച്ചിമാരൊക്കെ ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് പത്രം വായിച്ചു കൊടുത്ത്, കുറേ വയസ്സായവരൊക്കെ പ്രാർത്ഥിക്കാനൊരു സ്ഥലം നോക്കി പോയിരിക്കുന്ന ആ ഏരിയയിലൊക്കെ ഒരുപാട് പേരുണ്ട്. അവരുടെ അമ്മച്ചിമാർക്കൊക്കെ പോയിരുന്ന് പത്രം വായിച്ചു കൊടുത്ത് അവരുടെ കൂടെയൊക്കെ ഒരുപാട് സമയം ചിലവഴിച്ച് അതിനകത്തൊക്കെ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആവാൻ തുടങ്ങി. മറ്റേത് സിനിമയ്ക്ക് പോകുന്നതും കറങ്ങാൻ പോകുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്നതൊക്കെ അതിലൊക്കെ ആയിരുന്നു ഞാൻ സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തിയത് എന്നുണ്ടെങ്കിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഇപ്പം ഇതിനകത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്ത് ചെയ്താലും നമുക്ക് ഒരു തൃപ്തി വരത്തില്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ മമ്മി പറയും. എൻ്റെ പേര് സോഫിയാമ്മ. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 22-ാം തീയതിയാണ്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ 10 വർഷമായിട്ട് എൻ്റെ തല തൊട്ട് കാലിൻ്റെ വെള്ള വരെ ചൊറിഞ്ഞു പൊങ്ങി ബോധം കെട്ട് പോകും. എന്നെ ഉടനെ വണ്ടി പിടിച്ച് മെഡിക്കൽ കോളേജുകളിലോ അടുത്തുള്ള ഹോസ്പിറ്റലിലോ കൊണ്ടുപോയി ഇഞ്ചക്ഷൻ എടുക്കും. അത് കഴിയുമ്പോഴാണ് ഞാൻ നോർമലിലാകുന്നത്. അതെനിക്ക് ഇങ്ങനൊരു ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വന്നിരിക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. അന്നത്തെ ഞാൻ ദേഹത്ത് ചൊറിഞ്ഞു പൊങ്ങാൻ തുടങ്ങും. ബോധാവസ്ഥ നഷ്ടപ്പെടുന്ന പോലെ തോന്നും. ദേഹത്തിൻ്റെ ഇങ്ങനെ കളറ് മാറുന്നത് പോലെ തോന്നും. എനിക്ക് അസ്വസ്ഥതയാവും. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്, ഞാൻ സത്യത്തിൽ ഉടമ്പടി എടുത്തത് എൻ്റെ മോൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ മോള് OET പാസ്സാകണം, ആ ഒരു ഇതിൽ വേണ്ടി അവളെ കൊണ്ടുവരണം, അതിനു വേണ്ടി എടുത്തത്. പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഈ 10 വർഷം അനുഭവിച്ച ആ ദുരിതം ഈ നിമിഷം വരെ, ഇപ്പം 2 വർഷത്തോളമായി ഉടമ്പടി എടുത്തിട്ട് ഈ നിമിഷം വരെ എനിക്ക് അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടായിട്ടേ ഇല്ല. ഒരു ചൊറിച്ചിലാകട്ടെ ഒരു അസ്വസ്ഥയാകട്ടെ ഇന്നേ വരെ മാതാവ് എനിക്ക് തന്നിട്ടില്ല. മാതാവ് വലിയൊരു അനുഗ്രഹം, അത്ഭുതമാണ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചത്. അതുകൂടാതെ എനിക്ക് ഇവൾ കൂടാതെ 2 മക്കളും കൂടെ ഉണ്ട്. ഇരട്ടക്കുട്ടികളാണ്. അവരിപ്പം ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്. അവരെ പഠിപ്പിക്കാനായിട്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടായപ്പം ഒരു ലോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ കിടന്ന വസ്തു എൻ്റെ പേരിലേക്ക് മാറ്റണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പം എല്ലായിടത്തും വില്ലേജ് ഓഫീസിലും ഒക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞ് 6 മാസം പിടിക്കുമെന്ന്. ഇവിടെ ഉടമ്പടി എടുത്തോണ്ട് എനിക്കറിയാം എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന്. എനിക്ക് മാതാവിനോട് ചെറുപ്പം തോട്ടേ ഒരു ഭക്തി, മാതാവിനോടൊരു എൻ്റെ അതുകൊണ്ട് ആയിട്ടായിരിക്കാം ഒരടുപ്പം. എല്ലാവരും പുണ്യവാളന്മാരോടും പുണ്യവതിമാരോടും പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്താവശ്യം എൻ്റെ മാതാവിനോടാണ് പ്രാർത്ഥിക്കാറുള്ളത്. എൻ്റെ ഈശോ എൻ്റെ മാതാവും, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ഇതിലായിരുന്നു. അന്നേരം ഞാൻ വിശുദ്ധ കുർബാന മുടക്കാതെ പോകുന്ന ഒരു വ്യക്തിയുമായിരുന്നു. അന്നേരം ഒരു കുർബാന മുടങ്ങുമ്പോൾ എനിക്ക് തോന്നുന്നത് എല്ലാം നഷ്ടപ്പെട്ട ഒരു ചിന്തയായിരുന്നു. അന്നേരം ഞാനിങ്ങനെ ഈ വില്ലേജ് ഓഫീസിലോട്ട് ചെന്ന് മാതാവിനെ കൈ പിടിച്ചുകൊണ്ട് പോയി ചെന്ന്, എപ്പോഴും പോകുമ്പോൾ മാതാവ് കൂടെയുണ്ട്. അന്നേരം ഈ മാതാവിനെ കൊണ്ട് ഞാൻ ചെന്ന് ഇങ്ങനെ ചോദിച്ചു, സാറേ ഇതുപോലെ എനിക്കൊരു ലോൺ എടുക്കാനാ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് 45 ദിവസത്തിന് ലീവിന് വരും, എനിക്ക് എൻ്റെ വസ്തു എൻ്റെ പേരിലാക്കണം എന്ന് നടക്കുമെന്ന് ചോദിച്ചപ്പം സാർ ആദ്യം പറഞ്ഞു അത് 6 മാസം പിടിക്കുമെന്ന്. അന്നേരം എൻ്റെ ഉള്ളിലുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഞാനെന്താ വിഷമിക്കുന്നത്. അത്ഭുതം എന്ന് പറയട്ടെ, 45 ദിവസത്തിനകം എൻ്റെ പേരിലേക്ക് വസ്തു എഴുതി പേര് കൂട്ടി. ഞാൻ ബാങ്കിൽ ചെന്നപ്പം ബാങ്കിലെ മാനേജറും പറഞ്ഞു ബുദ്ധിമുട്ടാണല്ലോ, ഇപ്പം പേര് കൂട്ടിയ വസ്തുവിന് ലോൺ തരിക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞു. എങ്കിലും മാഡം പറഞ്ഞു നോക്കട്ടെ. ഞാനന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവല്ലേ എൻ്റെ കൂടെ ഉള്ളത്. ഞാനന്നേരം ഉപ്പ് ഓക്കെയായിട്ടേ പോകുന്നത്. ഉപ്പ് കൊണ്ടുപോയിട്ട് പ്രാർത്ഥിക്കും, വിശ്വാസപ്രമാണം പ്രാർത്ഥനകൾ മുടക്കത്തേ ഇല്ല. മാതാവും എൻ്റെ ലക്ഷ്യം, എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും നടക്കാതിരിക്കത്തില്ല എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ മാനേജർ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നോക്കട്ടെ ഏതെങ്കിലും വിധത്തിൽ തരാൻ പറ്റുമോയെന്ന്. അതും അത്ഭുതമെന്ന് പറയാം.
45 ദിവസത്തിനകം ലോണിനുള്ള പേപ്പറുകളൊക്കെ ശരിയായി. ഉടനെ ബാങ്ക് വക്കീലിനെ കാണണമെന്ന് പറഞ്ഞു. അന്നേരം മാനേജർ പറഞ്ഞു, ബാങ്ക് മാനേജർ ഒരു പ്രായമുള്ള മനുഷ്യനാണ്, അത് നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ആ മാനേജർ പറഞ്ഞു, ഇവിടം വരെ നടത്തിയത് മാഡം എൻ്റെ അമ്മയാണ്, ആ പരിശുദ്ധ അമ്മ എന്നെ നടത്തിക്കും, എനിക്ക് ചെയ്തു തരും എന്നുള്ള ആ ഇതിൽ ഞങ്ങൾ വക്കീലിനെ കാണാൻ ചെന്നു. വക്കീലിനെ കണ്ടപ്പോഴേ ഞാൻ ഓർത്തു നടക്കത്തില്ല, കാരണം പ്രായമുള്ളൊരു മനുഷ്യനാണ്. എനിക്കറിയത്തില്ല. ആ പുള്ളി ഞങ്ങോട്ട് ചെന്ന ഉടനെ എന്നോട് പറഞ്ഞു, കയറിയിരിക്കെ എന്നോട് ചോദിച്ചു, ഇന്ന ബാങ്കിൽ നിന്നാണോ മാഡം പറഞ്ഞു വിട്ടാണോ? ഞാൻ പറഞ്ഞു അതെ. അത്ഭുതം എന്ന് പറയട്ടെ, ആ പുള്ളിക്കാരൻ ഞങ്ങളുടെ പേപ്പർ എടുത്ത് എന്തൊക്കെയോ കുത്തിക്കുറിച്ച് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം തന്നെ ഇതും കൊണ്ട് ബാങ്കിലോട്ട് പൊക്കോ, നേരെ ബാങ്കിലേക്കല്ലേ പോകുന്നതെന്ന് ചോദിച്ചു. എനിക്ക് എന്തോ ഉത്തരം പറയണ്ടത്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഞാൻ പറഞ്ഞു അതെ സാറേ, ബാങ്കിലേക്കാണ് പോകുന്നത്. ആ പുള്ളിക്കാരൻ വേറെ 1-2 ഫയലും കൂടെ വേറെ ആഡിയോ തന്നു വിട്ടു. ഞങ്ങൾ നേരെ ബാങ്കിലേക്ക് ചെന്നു. ഈ 45 ദിവസത്തിനകം ഞങ്ങൾക്ക് ബാങ്കിൽ നിന്നും 7 ലക്ഷം രൂപ ലോൺ അനുവദിച്ച് തന്നു. അത്ഭുതമെന്നല്ലാതെ എന്താണ് എനിക്ക് പറയാനൊന്നുമില്ല. കാരണം ചോദിച്ചാൽ 6 മാസമെന്ന് പറഞ്ഞതാണ് 45 ദിവസം കൊണ്ട് നടത്തി എൻ്റെ മാതാവ് എനിക്ക് തന്നത്. ഈ മാതാവിനോട് ഒത്തിരി കടപ്പാടുകൾ ഉണ്ട് എനിക്ക്, യേശുവിനും മാതാവിനും ഒത്തിരി. അതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ. ഞാൻ ആരൊക്കെ എന്നോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ ഞാനിവിടെ നിന്ന് പോകുമ്പം 10 ഉപ്പും കാശിരുവും കൊന്തയും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത്. അതെല്ലാം കൊണ്ടു കൊടുത്ത് ഒത്തിരിയും പേര് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്. ഇന്നും വന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ വിട്ടത്, ഞങ്ങളുടെ ഈ ആവശ്യങ്ങൾ അവിടെ നിന്ന് പറയണേ, ഈ ആവശ്യങ്ങൾ പറയണേ, ഞങ്ങൾ വരുന്നുണ്ട് സോബി. ഒത്തിരി പേർക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ. ഇവിടെ അച്ഛൻ പറഞ്ഞു ഈ കിട്ടിയ സാക്ഷ്യങ്ങളൊക്കെ പറയണമെങ്കിൽ കൂടെ ആൾക്കാരുണ്ടായിരിക്കുന്നത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ അയൽവാസികൾക്ക്, ഞാൻ പ്രാർത്ഥിച്ചവർക്കൊക്കെ ഞാൻ എൻ്റെ ഉടമ്പടിയിൽ എന്തൊക്കെ നിയോഗം വെച്ചു അതെല്ലാം അവസാനം നടക്കാതിരുന്ന ഒരു നിയോഗമായിരുന്നു എൻ്റെ മോടെ ജോലി. അതുവരെ മാതാവ് എനിക്കിപ്പം തന്നു. എനിക്ക് സന്തോഷം കൊണ്ടാണ് എൻ്റെ സത്യത്തിൽ എനിക്ക് കണ്ണുനീര് വരുന്നത്. അതുപോലെ ഒത്തിരി അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും ഒത്തിരി നന്ദി. ഇവിടെ വരുന്ന ആരെയും മാതാവ് ഒരു കാരണവശാലും വെറുതെ വിടത്തില്ല. അനുഭവം കൊണ്ട് പറയുകയാണ്, എപ്പോഴും കൂടെയുള്ള ഒരു ഫീലിങ്സാണ്. എന്ത് വിഷമം വന്നാലും ഞാൻ എൻ്റെ മക്കളോടും എൻ്റെ കൂടെയുള്ളവരോടും എൻ്റെ സഹപ്രവർത്തകരോടും എല്ലാം പറയുന്നത്, മാതാവിൽ വിശ്വസിച്ചു. ഈശോയും മാതാവും ഉണ്ട്, യോസേപ്പിതാവും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം നടത്തി തരുമെന്ന്. എനിക്ക് എല്ലാം തന്നത് ഇവിടെ ഈ ലെവലിൽ 0 നിന്നും ഇവിടം വരെ എത്തിച്ചത് ഈ പരിശുദ്ധ അമ്മയും തിരുക്കുമാരനുമാണ്. ഈശോയ്ക്കും അമ്മയ്ക്കും 1000 മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലേയ ജോസഫ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് വിപിൻ. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2022 ഓൺലൈൻ ഉടമ്പടിയാണ് ഞാൻ ആദ്യമായി എടുത്തത്. എൻ്റെ ഭർത്താവ് മാൾട്ടയിൽ ഒരു കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അദ്ദേഹം 15 വർഷമായിട്ട് മദ്യപാനിയായിരുന്നു. 2021 അദ്ദേഹം മാൾട്ടയിൽ പോയത്. മാൾട്ടയിൽ ചെന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മദ്യപാനം വളരെ അധികമായിട്ട് കൂടുകയും ഡ്യൂട്ടിക്ക് പോകാൻ പോലും സാധിക്കാത്ത വിധം അദ്ദേഹം മുഴുവൻ നേരവും മദ്യപാനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹം ഡ്യൂട്ടിക്ക് തീരെ പോണില്ല, ഇങ്ങനെ പോയാലേ ശരിയാവില്ല, അവിടുത്തെ അതായത് ഡി അഡിക്ഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അങ്ങനെ കൊണ്ടുപോയാൽ പിന്നെ അദ്ദേഹം പുറം ലോകം പോലും കാണില്ല എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഇങ്ങോട്ടേക്ക് കയറ്റി വിടാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യുക എന്ന് പറഞ്ഞ് ഞാനിവിടെ 2022 ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ മദ്യപാനം പൂർണ്ണമായി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാർ അദ്ദേഹത്തെ നാട്ടിലേക്ക് കയറ്റിവിട്ടു. അദ്ദേഹം എന്നോട് നാട്ടിലെത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഞാൻ ഇന്ന് മുതൽ കുടിക്കില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാനിവിടെ ഓൺലൈൻ ഉടമ്പടിയിൽ കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുകയായിരുന്നു, മാതാവേ അദ്ദേഹത്തിൻ്റെ മദ്യപാനം മാറ്റി തരണേ എന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ എത്തിയ പാടെ എന്നോട് പറഞ്ഞത്, ഇനി ഞാൻ കുടിക്കില്ല എന്ന് പറഞ്ഞു. 2022 എന്നോട് പറഞ്ഞ ആ വാക്ക് ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹം പാലിച്ചു. ഇന്ന് വരെ അദ്ദേഹം പിന്നീട് മദ്യപിച്ചിട്ടില്ല. 10 വർഷമായി ഉണ്ടായിരുന്ന മദ്യപാനം ഞാൻ മാതാവിനോട് ഉടമ്പടി എടുത്ത് 10 ദിവസത്തിനുള്ളിൽ തന്നെ മാതാവ് അതെനിക്ക് മാറ്റിത്തന്നു. എൻ്റെ 2023 ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലെന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു. കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഇദ്ദേഹവും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു, കെയർ ടേക്കറായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ IELTS 6.5 സ്കോർ വേണം,
എങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. IELTS എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കടമ്പ തന്നെയായിരുന്നു. ഇവിടെ വന്ന് ഞാൻ എൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിൽ മാതാവിനോട് പറഞ്ഞു, മാതാവേ IELTS ക്ലിയറാക്കി തരണം, എത്രയും പെട്ടെന്ന് നേഴ്സായിട്ട് അവിടെ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം തരണമെന്ന് പ്രാർത്ഥിച്ചു. ഇദ്ദേഹവും ഇവിടെ വന്നിട്ട് പറഞ്ഞു, മാതാവേ അടുത്ത തവണ ഞാൻ വരുന്നത് അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ, അടുത്ത തവണ വരുന്നത് ഈ അൾത്താരയിൽ നിന്ന് അങ്ങയെ മഹത്വപ്പെടുത്താൻ, അങ്ങേക്ക് സാക്ഷ്യം പറയാൻ വേണ്ടി ആയിരിക്കണമേ എന്ന് അദ്ദേഹവും ഇവിടെ നിന്ന് അദ്ദേഹവും പ്രാർത്ഥിച്ചു. അദ്ദേഹം IELTS എഴുതി ഞങ്ങൾക്ക് നേഴ്സാവാനുള്ള മാർക്ക് ആൾക്ക് കിട്ടിയില്ല. പക്ഷെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നമ്മളത് ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ആ ഫയൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് മാതാവിനെയാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. എന്നോട് ആൾ പറഞ്ഞു നമുക്കത് റീവാലുവേഷന് കൊടുക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ റീവാലുവേഷന് കൊടുത്തു. 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. അവിടെ നേഴ്സായിട്ട് കയറാനുള്ള സ്കോർ നൽകി മാതാവ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. 1 മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹം അവിടെ നേഴ്സായിട്ട് ജോലിക്ക് കയറുകയും ചെയ്തു. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ 5ാമത്തെ പുതുക്കലായിരുന്നു. കഴിഞ്ഞ മാസം 2-ാം തീയതി ഞാനിവിടെ വന്ന് എൻ്റെ 5ാമത്തെ ഉടമ്പടി പുതുക്കി. എൻ്റെ വലത് ബ്രസ്റ്റിൽ ഒരു മുഴയുണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ അമ്മയ്ക്ക് ഫാമിലി ഹിസ്റ്ററി ഉള്ളതാണ്. എൻ്റെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട്. എൻ്റെ കുടുംബത്തിൽ പലർക്കും ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇതൊന്നും ആയിരിക്കല്ലേ, സാധാരണ നോർമലായിട്ടായിരിക്കണേ ഇതിൻ്റെ ടെസ്റ്റ് വരുന്നതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൽ നേരവും ഞാനത് നിയോഗമായി വെച്ചു. എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ഞാൻ തൈലം എൻ്റെ ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ 18-ാം തീയതി ഞാൻ പോയി ടെസ്റ്റ് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നു, നോർമലായിരുന്നു. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങളും മാതാവ് തന്നു. ഉടമ്പടി നമ്മളെടുത്ത് ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്താലും ഒരു തടസ്സങ്ങളും, ആദ്യം ഒരു ചെറിയ തടസ്സം വന്നാലും ബാക്കി എല്ലാ കാര്യങ്ങളും മാതാവ് വളരെ മനോഹരമായിട്ടായിരുന്നു എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും മാതാവ് വളരെ അധികമായിട്ട് സഹായിച്ചു. മാതാവിനെ 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി, ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണത്. എൻ്റെ രോഗികൾക്കും അവരുടെ കൂടെ ഇരിക്കുന്നവർക്കും എൻ്റെ അയൽവാസികൾക്കും ഒക്കെ ഈ സാക്ഷ്യം എനിക്ക് എന്തൊക്കെ കിട്ടിയോ ആ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവർക്ക് പത്രം വിതരണം ചെയ്യുമായിരുന്നു. കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് ഞാൻ നേഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേഷ്യൻസിനെ കാണാനും അവരെ ശുശ്രൂഷിക്കാനുമുള്ള അവസരം എനിക്ക് ലഭിച്ചു. പിന്നെ ചെറിയ സാമ്പത്തിക സഹായം എന്നെക്കൊണ്ട് സാധിക്കുന്ന വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ എല്ലാവർക്കും ചെയ്യുമായിരുന്നു. ആത്മീയമായി എന്ന് പറഞ്ഞാലും ഒരുപാട് ഇതുണ്ട്. ഒല്ലൂരിൽ ഒരു അഖണ്ഡ ജപമാല ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ 2 തവണ അഖണ്ഡ ജപമാലയിൽ പ്രാർത്ഥിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി. അവിടെ പോകുമ്പോൾ എനിക്ക് നല്ലതുപോലെ നമ്മൾ അതിൽ ശരിക്കും ധ്യാനിച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം നല്ലതുപോലെ വരുമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രാവിലെ ചെല്ലുമ്പോഴും മുല്ലപ്പൂവിൻ്റെ മണം എനിക്ക് വരുമായിരുന്നു. ദൈവമാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് വിപിൻ. വൈഫ് പറഞ്ഞ പോലെ മദ്യപാനത്തിന് ഒരുപാട് അഡിക്റ്റഡ് ആയി പോയായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ എന്തോ എനിക്കറിയില്ല, പ്രാർത്ഥനയുടെ ശക്തി കൊണ്ടാണോ എന്താണെന്നറിയില്ല, പെട്ടെന്നൊരു ദിവസം ഞാൻ തീരുമാനിച്ചു ഇനി കുടിക്കില്ല എന്നുള്ളത്. പിന്നെ അവിടെ നിന്ന് നിർത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് കടിച്ച് പിടിച്ച് അതങ്ങ് നിർത്തി. ഇപ്പോൾ ഇതുവരെ പിന്നെ അത് കഴിക്കാനോ ഒന്നിനും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഞാൻ മാൾട്ടയിൽ ഇപ്പോൾ നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IELTS ഇവൾ പറഞ്ഞ പോലെ ഞാനൊന്നും പഠിക്കാണ്ട് പോയി എഴുതിയതാണ്. ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് പോലും തുറന്നു നോക്കാണ്ട് ഞാൻ വെക്കേഷൻ വന്ന സമയത്ത് ഓടിപ്പിടിച്ച് പോയി എഴുതിയതാണ്. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ പേപ്പർ വരുമ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് മാതാവിനോട് പറയും, മാതാവ് റെഡിയാക്കി തരണേന്ന് പറഞ്ഞ് ഞാനിങ്ങനെ കറക്കി കുത്തുമായിരുന്നു. പക്ഷേ എന്തും എനിക്കറിയില്ല എങ്ങനെയാണ് സാധിച്ചതെന്ന്. എനിക്കിപ്പോഴും അത് മാതാവിന് മാത്രമേ അറിയുള്ളൂ എങ്ങനെ എനിക്ക് സ്കോർ കിട്ടിയെന്നുള്ളത്. ദൈവത്തിന് ഒരുപാട് നന്ദി, മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എന്നെ ഈ അൾത്താരയിൽ നിർത്തിയ പരിശുദ്ധ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ഷിബി. ഞാൻ ഇടുക്കി ജില്ലയിലെ അടിമാലിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 18/6/2025 അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് വലിയൊരു രോഗമുണ്ടായിട്ടാണ് ഞാനിവിടെ വരുന്ന സമയം എൻ്റെ ഈ ശരീരത്തിൻ്റെ വലതുവശം ഫുള്ളും മരവിച്ച് വല്ലാത്തൊരവസ്ഥയിൽ എനിക്ക് കിടന്നുറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഞാൻ ഒരാഴ്ച മുമ്പ് ഹോസ്പിറ്റലുകളിലെല്ലാം പോയി 2-3 ഡോക്ടേഴ്സിനെയൊക്കെ കണ്ടു. അപ്പോൾ ഓരോ ഡോക്ടറും പറഞ്ഞത് MRI സ്കാൻ എടുക്കണം,
നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ കൂടി വരുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ശരീരത്തിൻ്റെ ഈ ഒരു ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം 2-3 ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എൻ്റെ ഈശോയെ, ഞാൻ ജീവിക്കുവാണെങ്കിൽ എൻ്റെ ഈ അവസ്ഥയിലെങ്കിലും എനിക്ക് സഹിക്കാനുള്ളൊരു കൃപ തന്നാൽ മാത്രം മതി, ഈ അവസ്ഥയിൽ ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്താണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മുകളിലത്തെ നിലയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ കയറിപ്പോയി. പക്ഷേ ഞാൻ അമ്മയോട് ഒരു വാക്ക് മാത്രം പറഞ്ഞു, അമ്മേ, ഞാനിവിടെ വന്നതിൻ്റെ തെളിവായിട്ട് എനിക്ക് ഒന്നെങ്കിൽ അമ്മയുടെ ഒരു സ്പർശനം കാണിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു ദർശനം തരണം. ഇത് രണ്ടിലേതെങ്കിലും അമ്മ എന്നെ തൊട്ടു എന്നതിന് ഒരു ഉത്തരം എനിക്ക് തന്നിട്ട് വേണം. അമ്മ എന്നെ തൊട്ടാൽ മാത്രമേ ഞാൻ ഈ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് പോകുകയുള്ളൂ എന്നുള്ള ഒരു തീരുമാനമെടുത്തിട്ടാണ് ഞാൻ അവിടെ ഉടമ്പടി ക്ലാസ്സിൽ ഇരുന്നത്. ഉടമ്പടി ക്ലാസ്സെല്ലാം കേട്ട് അതിനുശേഷം ആ ഫോമെല്ലാം പൂരിപ്പിക്കാൻ തരുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു നിമിഷം കണ്ണടച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനിരിക്കുന്ന ഒരു 2 കസേരയ്ക്ക് മുന്നിൽ ആരുമില്ല. പക്ഷേ പരിശുദ്ധ ഈ അൾത്താരയിലുള്ള അമ്മയുടെ ചിത്രം ഒരു നീല കളറിൽ പെട്ടെന്ന് തെളിഞ്ഞു എൻ്റെ മുന്നിൽ. ഞാൻ നോക്കി, പെട്ടെന്ന് കണ്ണ് തുറന്ന് നോക്കി, അവിടെ അങ്ങ് മാതാവിൻ്റെ ഒരു ചിത്രവും ഇല്ല, ഫ്രണ്ടിൽ മാത്രമേ അമ്മയുടെ ചിത്രമുള്ളൂ. അപ്പം എനിക്ക് മനസ്സിലായി അമ്മ എന്നെ തൊട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എല്ലാം പൂർത്തിയാക്കി ഞാനിവിടെ നിന്ന് ഇറങ്ങുമ്പോൾ, ഇവിടെ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ. ഞാനിവിടെ അടുത്ത മാസം വരുമ്പോൾ ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് രാത്രിയെല്ലാം എനിക്ക് ശരീരത്തിൽ നല്ല അസ്വസ്ഥതയുണ്ട്. ഉടമ്പടി തൈലം വിശ്വാസപൂർവം എൻ്റെ ശരീരത്തിൽ മുഴുവൻ പുരട്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തൊടുപുഴ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിൽ ഞാൻ പോകുക. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ശരീരത്ത് ഈ അസ്വസ്ഥതകളുണ്ടല്ലോ, അതുകൊണ്ട് MRI സ്കാൻ എടുക്കാതെ ഒന്നും പറ്റത്തില്ല, നിങ്ങൾ MRI സ്കാൻ എടുത്തിട്ട് വാ, നിങ്ങളുടെ ഒരു ഭാഗം തളർന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് എത്രയും വേഗം എടുത്ത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്കാനിങ്ങിന് പറഞ്ഞയച്ചു. സ്കാനിങ്ങിൻ്റെ MRI സ്കാനിങ് മെഷീനിൽ കിടക്കുമ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ മാതാവേ, അമ്മ എൻ്റെ ഒരു സൈഡിലും ഈശോ എൻ്റെ ഒരു സൈഡിലും വേണം, കാരണം ഈ സ്കാനിങ് മെഷീനിൽ കയറി കിടക്കാൻ എനിക്ക് നല്ല ഭയമുണ്ട്. പക്ഷെ ഞാൻ ആ മെഷീനിൽ കിടക്കുന്ന സമയത്ത് ഒരു ഭയവും കൂടാതെ അമ്മ എന്നെ കാത്തു രക്ഷിച്ചു. സ്കാനിങ് എല്ലാം കഴിഞ്ഞ് റിസൾട്ടുമായിട്ട് ഡോക്ടറുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ ഡോക്ടറിന് തന്നെ അത്ഭുതമായി. ഇതിനകത്ത് നിങ്ങൾക്ക് പറഞ്ഞ് യാതൊരുവിധ അസുഖവും ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ഇതിൻ്റെ എല്ലാം ഈ അനുഗ്രഹം എനിക്ക് തന്നത് ഈ പരിശുദ്ധ അമ്മ മാതാവാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ അന്നിവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഈ അൾത്താരയിൽ എനിക്ക് നിൽക്കാൻ സാധിക്കുകയില്ലായിരുന്നു. അത്രമാത്രം എൻ്റെ കുടുംബത്തെ അമ്മ മാതാവ് അനുഗ്രഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് ചോദിച്ചാൽ, ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ ബലിയിൽ സംബന്ധിക്കാൻ സാധിക്കണം, ആഴമായ ഒരു ദൈവവിശ്വാസവും ഹൃദയവിശുദ്ധിയുള്ള ഒരു മകളാക്കി എന്നെ തീർക്കണമേ എന്ന്. ഇത്ര വയ്യാത്ത അവസ്ഥയിൽ പോലും ഞാൻ എല്ലാ ദിവസവും വിശുദ്ധ ബലിക്ക് പോകും. എത്ര മഴയാണെങ്കിലും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാത്ത ഒരു ദിവസം പോലും എൻ്റെ ജീവിതത്തിലില്ല. ദൈവത്തോട് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെടാനായിട്ട് എനിക്ക് സാധിച്ചു. ഏതെങ്കിലും ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് പോയി കുമ്പസാരിക്കാനുള്ളൊരു പ്രചോദനം അമ്മ മാതാവ് എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമതായിട്ട്, എൻ്റെ വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുകളുള്ള ഒരവസ്ഥയിലാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ഇവിടെ വന്ന് തിരിച്ചു പോയതിന് ശേഷം ഇന്ന് വരെ എൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല.
അമ്മ മാതാവ് എൻ്റെ കുടുംബത്തെ അത്രമാത്രം അനുഗ്രഹിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് ഞാനൊരു ദിവസം എൻ്റെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് മുറ്റത്തോട്ട് നോക്കി. ഒരു 3 മണി സമയമായിട്ടുണ്ട്. ആ സമയത്ത് മുറ്റത്ത് കൂടെ ഒരു ചെറിയ പാമ്പ് ഇങ്ങനെ പോകുക. അപ്പോൾ എൻ്റെ വീടിൻ്റെ പരിസരത്തൊന്നും അങ്ങനെ, ഞാൻ അപ്പുറത്തെ വീട്ടിലൊക്കെ പാമ്പിനെ കാണും, പക്ഷേ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് അങ്ങനെ പാമ്പിനെ കാണാറില്ലായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് കതക് തുറന്ന് പുറത്തോട്ട് ഇറങ്ങി. ഈ കതക് തുറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ ഈ പോയ പാമ്പ്, കുറച്ചങ്ങ് ദൂരേക്ക് പോയ പാമ്പ് തിരിച്ച് എൻ്റെ അടുത്തോട്ട് തിരിച്ചിങ്ങ് വന്നു. പെട്ടെന്ന് ഞാൻ ഓടി വീടിനകത്ത് കയറി. അപ്പോൾ കതകിനോട് ചേർന്ന് തന്നെ ഒരു ജനലുണ്ട്. ആ ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിലെ കതകിൻ്റെ മുൻപിൽ ഒരു പാമ്പ് പത്തി വിരിച്ചിങ്ങനെ നിൽക്കുക. അത് മൂർഖൻ പാമ്പാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാനപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന, സാധാരണ എനിക്ക് പാമ്പിനെ കണ്ട ഭയമാണ്, പക്ഷേ ഇവിടെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോയതിന് ശേഷം എനിക്ക് ഭയം ഉണ്ടായില്ല. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു, കൃപാസനത്തിലെ ഉപ്പെടുക്കുന്ന. ഞാൻ വേഗം ഉപ്പെടുത്തു. ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ആ ഉപ്പ് ഒരു പിടി എൻ്റെ കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് പതിയെ ഇത് അകത്തോട്ട് കയറി വരും. കാരണം വെച്ചാൽ ഒരു മീറ്ററിൻ്റെ വ്യത്യാസമുള്ളൂ. ഞാൻ കതക് തുറന്നാൽ ഇതകത്ത് കയറുമോ എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. പെട്ടെന്ന് പകുതി ഞാൻ കതക് തുറന്നിട്ട് ഒരു പിടി ഉപ്പ് ഞാൻ ഈ പാമ്പിൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു. ആ ഉയർന്നു നിന്ന പാമ്പ് ആ ഉപ്പ് വീണ് അതേ സെക്കൻഡിൽ പത്തി താഴ്ത്തി ആ സിറ്റൗട്ടിൽ കയറിയ പാമ്പ് ഇറങ്ങി അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ അടുത്ത വീട്ടിലെ ഒരു പെണ്ണിനെ ഞാൻ വിളിച്ചു, അവർ വന്നു. പക്ഷേ ഈ സൗണ്ട് കേട്ടിട്ട് ഈ പാമ്പ് പതിയെ അങ്ങ് പോയതല്ലാതെ ഞങ്ങളെ ഉപദ്രവിക്കുകയോ അത് തിരിഞ്ഞു വരികയോ ഒന്നും ചെയ്തില്ല. പരിശുദ്ധ അമ്മ ഇത്രയും വലിയ ഒരു സംഭവത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചു. എനിക്ക് പാമ്പിനെ ഭയമുള്ള ആളായിരുന്നു, പക്ഷേ അമ്മ മാതാവ് ഇടപെട്ട് അമ്മയുടെ ഉപ്പെടുക്കാൻ എൻ്റെ മനസ്സിൽ തോന്നിച്ചത് തന്നെ അമ്മയാണ്. അങ്ങനെ ആ പാമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ചു. കാരുണ്യ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നത്, പത്രം വാങ്ങി ഞങ്ങളുടെ ഇടവകയിലും അടുത്തുള്ളവർക്കും അക്രൈസ്തവർക്കും ഒക്കെ കൊടുക്കാറുണ്ട്. വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങളിൽ ഒരു ദിവസം ഒരു വ്യക്തിയോടെങ്കിലും ഈശോനെക്കുറിച്ച് പറയാത്ത ദിവസമില്ല. ഈശോനെക്കുറിച്ച് പറയണമെന്ന് ഞാനൊരു നിയോഗം എടുത്ത് പ്രാർത്ഥിച്ചതാണ്. ഒരു ദിവസമെങ്കിലും ഈശോയെ ഒരാത്മാവിനോടെങ്കിലും ഈശോയുടെ വചനം പറയാനുള്ള ഒരു ശക്തി തരണേ എന്ന്. അനേകം മക്കളെ കൃപാസനത്തിലേക്ക് പറഞ്ഞു വിടുവാനും വിവിധ ധ്യാനങ്ങളിലേക്ക് പങ്കെടുപ്പിക്കുവാനും ഞാൻ ശ്രമിക്കാറുണ്ട്. രോഗികളായി കഴിയുന്ന മക്കളെ സന്ദർശിക്കുവാനും അവർക്ക് വേണ്ടി എന്നാൽ പറ്റുന്ന സാമ്പത്തിക സഹായം ചെയ്യാനും ഞാൻ ശ്രമിക്കുന്നുണ്ട്. നേരത്തെയൊക്കെ ഞാൻ വചനം വായിക്കുന്നത് 10 മിനിറ്റായിരുന്നു. ഇപ്പം എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ അരമണിക്കൂർ കൂടുതൽ സമയം വചനം വായിക്കാനും വചനം അതിനെക്കുറിച്ച് ധ്യാനിക്കാനുമുള്ള ഒരു അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ പ്രഭാതത്തിലും സായാഹ്നത്തിലും കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നുണ്ട്. പകൽ സമയങ്ങളിലെല്ലാം മുറ്റമടിക്കുമ്പോഴാണെങ്കിലും പാത്രം കഴുകുമ്പോഴാണെങ്കിലും നന്മ നിറഞ്ഞ മറിയമേ എന്ന് ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റുള്ള മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ ഈശോ എനിക്ക് തന്നിട്ടുണ്ട്. അങ്ങനെ ചെയ്യാൻ സഹായിക്കുന്നത് എൻ്റെ അമ്മ മാതാവാണ്. അതുപോലെ തന്നെ ഈശോയിനെക്കുറിച്ച് അറിയാത്ത വ്യക്തികളെ ഈശോയെ അറിയിക്കുവാനുള്ള ഒരു പ്രത്യേക ഒരവസരം ഈശോ എനിക്ക് ഉണ്ടാക്കി തരാറുണ്ട്. കാരണം ചില വ്യക്തികളൊക്കെ ഈശോനെക്കുറിച്ച് അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടിയ അനുഭവങ്ങൾ, ദൈവാനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് വരാനുള്ള ഒരു കൃപ നൽകി എന്നെ അനുഗ്രഹിക്കാറുണ്ട്. ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നത് എൻ്റെ അമ്മ മാതാവ് ഈശോയുമാണ്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇന്ന് എന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തിയത് എൻ്റെ അമ്മയെ ഈശോയുമാണ്. 1000 നന്ദി ഞാൻ പറയുന്നു. ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ദൈവകുമാരനും 1000 നന്ദി. എൻ്റെ പേര് സിൻസി സിറിൽ. ഞാൻ വരുന്നത് ആലുവയിൽ നിന്നാണ്. ഞാൻ 2024 ജനുവരി 14 തീയതിയാണ് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്ന് പരിശുദ്ധ അമ്മയിൽ നിന്ന് ഉടമ്പടി സ്വീകരിക്കുന്നത്. എനിക്ക് 9 വർഷമായിട്ട് വിട്ടുമാറാത്ത എൻഡോമെട്രോസിസ് എന്ന് പറഞ്ഞിട്ട് ഉദരസംബന്ധമായൊരു രോഗം ഉണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ നടത്തി. പക്ഷേ അതിൽ നിന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു രോഗശമനവും കിട്ടിയിരുന്നില്ല.
ആ സമയത്ത് എൻ്റെ അമ്മയാണ് എന്നോട് പറയുന്നത്, ഇങ്ങനെ കൃപാസനം എന്നൊരു പള്ളിയുണ്ട്, അവിടെ പോയി ഒരു ഉടമ്പടി എടുക്കുന്നതിനെ പറ്റിയിട്ട്. ഞാനൊരു അധികം വൈകാതെ തന്നെ ഞാൻ കൃപാസനത്തിലേക്ക് വന്നു. ഞാൻ ഉടമ്പടി സ്വീകരിച്ചു. പരിശുദ്ധ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയ നേർച്ച വസ്തുക്കളും മറ്റും ഞാൻ ഉപയോഗിച്ചു തുടങ്ങി. കൃത്യം പറഞ്ഞാൽ 2024 ഓഗസ്റ്റ് 22-ാം തീയതി എനിക്കൊരു സർജറി ഉണ്ടായിരുന്നു. അതെൻ്റെ 7ാമത്തെ സർജറി ആയിരുന്നു. ആ സർജറി ചെയ്തിട്ടും അത് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സ് ഒക്കെ വന്നപ്പോൾ ഞങ്ങളെ ഭയങ്കരമായിട്ട് വിഷമിപ്പിച്ചു. പക്ഷേ ഞാൻ പരിശുദ്ധ അമ്മയോടുള്ള വിശ്വാസത്തെ ഞാൻ മുറുകെ പിടിച്ചു. എനിക്കൊന്നും ഉണ്ടാവില്ല എന്നുള്ള തീരുമാനത്തിൽ തന്നെ ഞാൻ മുന്നോട്ട് പോയി. ഞങ്ങൾ രണ്ടാമത് മറ്റൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. 2025 മെയ് മാസം 26-ാം തീയതി എനിക്ക് ഡോക്ടറിനോട് പറഞ്ഞു, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, മറ്റുള്ള അവയവങ്ങളെ കൂടി ബാധിക്കുന്ന രീതിയിലേക്ക് ഈ അസുഖം പടർന്നു കഴിഞ്ഞു, എത്രയും വേഗം ഒരു സർജറിക്ക് വിധേയമാകണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അപ്പോഴും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോടും പറഞ്ഞു, ഡോക്ടർ എനിക്കൊന്നും ഉണ്ടാവില്ല, പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിലായിരിക്കുന്ന സമയങ്ങളിൽ അത്രയും തന്നെ ഞാൻ ജോസ് ബച്ചൻ്റെ വീഡിയോസ് യൂട്യൂബിലൂടെ കാണുകയും സാക്ഷ്യങ്ങൾ ഒരുപാട് കേൾക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം ഞാൻ ഭക്ഷിക്കുമായിരുന്നു. തൈലം തേച്ച് ഞാൻ വയറുവേദനയൊക്കെ, അസഹനീയമായ വയറുവേദനയും ഒക്കെ, എനിക്ക് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ആ സമയങ്ങളിലൊക്കെയും ഞാൻ പരിശുദ്ധ അമ്മയുടെ തൈലം ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ലൊരു രോഗശമന ആ സമയങ്ങളിലുണ്ടായിരുന്നു. മാത്രമല്ല ഞാൻ അമ്മയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. കാരണം പരീക്ഷണങ്ങളിലൂടെ നേടിയെടുത്തൊരു വിശ്വാസമായിരുന്നു എൻ്റേത്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ മുറുകെ പിടിച്ചിരുന്നു. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും അതൊന്നും എന്നെ ബാധിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ എന്താ പറയുക, 2025 മെയ്യിൽ നമ്മൾ സർജറിക്ക് വിധേയമായി. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ സർജറിക്ക് പോകുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം എന്നെ സ്ട്രക്ചറിലേക്ക് മാറ്റുന്ന സമയത്തും ഞാൻ ജോസ് ബച്ചൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൻ്റെ വാതിൽ തുറക്കുമ്പോഴും ഞാനത് ഫോൺ കൊടുക്കുന്നില്ല. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞ് ഫോൺ തരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ സാക്ഷ്യം കേൾക്കുകയാണ്. പക്ഷേ അവരുടെ ഫോൺ മേടിച്ചു. എന്തുകൊണ്ടോ അകത്ത് കൊണ്ടുപോയി. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയോട് ഡോക്ടർ ഡയറക്റ്റ് വന്ന് പറയുകയാണ്, നമ്മൾ ഇതുവരെ കണ്ട റിപ്പോർട്ട്സോ മുന്നേ ഉള്ള ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സോ ഒന്നുമല്ല, സിൻസിയുടെ യൂട്രസ് പക്ക ക്ലിയറാണ്, അതിനകത്ത് ഇനി ഒന്നും ചെയ്യാനില്ല, യൂട്രസ് എടുക്കേണ്ട ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും അതിലില്ല, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്കതെടുക്കാം എന്നുള്ള രീതിയിലായി. പക്ഷേ ഒരിക്കലും എനിക്കറിയില്ല, ഞാനൊരു 6 മണിക്കൂറിന് ശേഷമാണ് എന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. ഞാൻ കരഞ്ഞുകൊണ്ട് ആദ്യം എൻ്റെ ഫോൺ വാങ്ങി. ഞാൻ ആദ്യം കൃപാസനത്തിലെ വീഡിയോസാണ് നോക്കുന്നത്. അപ്പോഴത്തേക്ക് ഡോക്ടറും എൻ്റെ ഫാമിലി എന്നോടൊന്ന് പറഞ്ഞു, യൂട്രസ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിൻ്റെ യൂട്രസ് അവിടെ തന്നെ ഉണ്ട്. യൂട്രസ് മാത്രമല്ല, അതിനോട് ചുറ്റുമുള്ള ഒരവയവങ്ങളും എടുത്തിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിശ്വാസമാവുന്നില്ല. കാര്യം ഞാനിങ്ങനെ പറയണ്ട്, എന്നെ പറ്റിക്കാൻ പറയണമെന്ന്. ഞാൻ പറഞ്ഞു മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. തൊട്ടടുത്ത നിമിഷം എൻ്റെ ഡോക്ടേഴ്സ് എന്നെ കാണാൻ വന്നിട്ട് പറഞ്ഞു, എന്ത് മിറാക്കിളാണ് നടന്നതെന്നറിയില്ല, മുന്നേ ഉള്ള ഡോക്ടേഴ്സ്, വളരെ എക്സ്പേർട്ടായ ഡോക്ടേഴ്സിൻ്റെ ഫൈൻഡിങ്സും MRI ഉൾപ്പെടെയുള്ള ടെസ്റ്റുകളുടെ റിപ്പോർട്ട്സും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ എനിക്ക് ചെയ്ത അവസാനത്തെ സർജറി ഇതായിരുന്നു, റോബോട്ടിക് സർജറി ആയിരുന്നു. ആ സർജറിയിൽ മാഡം പറഞ്ഞു 15 മിനിറ്റ് പോലും എടുക്കുന്നതിന് മുന്നേ അതൊന്നും നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം ഇതുവരെ ഞാൻ യാതൊരു വിധത്തിലുള്ള മെഡിസിനോ കാര്യങ്ങളോ ഒന്നും ഞാൻ എടുക്കുന്നില്ല. മാത്രമല്ല എനിക്ക് മൾട്ടിപ്പിൾ ഡ്രഗ് അലർജി ഉള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു, സിൻസിയുടെ വിശ്വാസത്തിലല്ലേ മുന്നോട്ട് പോയേ, നിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയല്ലേ, നീ മെഡിസിൻ ഒന്നും എടുക്കണ്ടെന്ന് പറഞ്ഞു. ഒരു 2 മാസം നമുക്ക് നോക്കാം, അത് കഴിഞ്ഞ് പീരീഡ്സൊക്കെ ക്ലിയർ ആവുകയാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. മാതാവിൻ്റെ അനുഗ്രഹത്താലും ഞാൻ ഇപ്പോഴും പറയുന്ന എൻ്റെ വിശ്വാസത്താലും ഞാൻ പറയുകയാണ്, ഇത്രയും നാളായി, ഇപ്പോൾ സെപ്റ്റംബറായി, ഇതുവരെയും എനിക്ക് പിന്നീട് ഡോക്ടറെ കാണേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല എൻ്റെ പീരീഡ്സൊക്കെ ക്ലിയറായി, എനിക്ക് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ. പക്ഷേ ഇപ്പോഴും ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനുശേഷം ഇതാണ് എൻ്റെ 1ാമത്തെ സാക്ഷ്യം. 2ാമതായിട്ട് ഈ അസുഖങ്ങളുടെയൊക്കെ ഇടയിൽ എനിക്ക് എന്താ പറയുക, പ്രോപ്പറായിട്ട് ഞാൻ നഴ്സിംഗ് ചെയ്യുന്നൊരു വിദ്യാർത്ഥിയായിരുന്നു ബാംഗ്ലൂർ. എനിക്ക് കോളേജിൽ പോകാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ഈ ഒരു ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എക്സാമിന് മാത്രമാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്, കാര്യം അത്രയും എനിക്ക് ട്രാവൽ ചെയ്യാനൊന്നും പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. മാതാവിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ കഴിവിനാൽ എനിക്ക് ഈ എക്സാം നേടാൻ പറ്റില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അമ്മയായിട്ട് എനിക്ക് വിജയം തരണം എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു. നേർച്ച വസ്തുക്കൾ അപ്പോഴും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ ഉപ്പ്, എനിക്ക് ലോ BP ഉള്ള ഒരാളും കൂടിയാണ്, അപ്പോൾ ഉപ്പൊക്കെ ഞാനിട്ട് കുടിക്കാറൊക്കെ ഉണ്ട്. മാത്രമല്ല ഞാൻ എക്സാമിന് പോയപ്പോൾ ഞാൻ ഫ്ലൈറ്റിനാണ് പോകുന്നത്. ആ സമയത്തൊന്നും എനിക്ക് ട്രാവലിംഗ് പറ്റില്ലായിരുന്നു. പക്ഷേ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതൊക്കെ സമയത്ത് എന്തെങ്കിലും പ്രശ്നമാവും. പക്ഷേ ഒന്നൊരു കുഴപ്പമുണ്ടാവാതെ ഞാൻ ഈ നേർച്ച വസ്തുക്കളുമായിട്ട് എൻ്റെ കോളേജ് ക്യാമ്പസിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളതാണ്. ക്യാമ്പസിൽ കയറുമ്പോൾ തന്നെ അവിടെ ഫുള്ള് ചെക്കിംഗ് ആണ്. ഒരു കാശ് രൂപമൊന്നും കൈ വെക്കാൻ പറ്റത്തില്ല. ഇൻ ക്യാമറയാണ് എക്സാം വരുന്നത്, എല്ലാവർക്കും അറിയാം. അപ്പോൾ പലരും ബോഡി ചെക്കിംഗ് ഉൾപ്പെടെ ചെയ്യുമ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ട്, മാതാവേ
അമ്മയിൽ വിശ്വസിച്ച് ഞാൻ ഈ കാശുരൂപം കൊണ്ട് ഞാൻ ഉപ്പുമായിട്ട് കയറുകയാണ്. എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിനുള്ളിൽ ഞാൻ ഉപ്പെടുത്തിട്ട് പേപ്പറിൽ പൊതിഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുമായിട്ട് ഞാൻ നേരെ ഹോളിൽ കയറി ഹോൾ ടിക്കറ്റ് കൊണ്ടുവന്നു. എനിക്കറിയില്ല, ഞാൻ ഇത്രയും വർഷം ഞാൻ മര്യാദയ്ക്ക് പഠിച്ച കാര്യങ്ങളൊന്നും എൻ്റെ ഓർമ്മയിലില്ല. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ ആദ്യം ആൻസർ ഷീറ്റ് തരുമ്പോൾ തന്നെ ഞാൻ ഉപ്പ് പിതറി വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ പെണ്ണെടുത്ത് ആൻസർ എഴുതിയിട്ടുള്ളൂ. അത് കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ റിസൾട്ട് വന്നപ്പോഴും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ മാർക്ക് തന്ന് പരിശുദ്ധ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. തിരുക്കുമാരനോടും അമ്മയ്ക്കും 1000 കോടി നന്ദി പറയണു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം, ഞാൻ എൻ്റെ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ മാതാവിനോട് പറയുമായിരുന്നു, അമ്മേ എനിക്ക് വിദേശത്ത് പോയി UK പോയി എൻ്റെ കോഴ്സ് ഹയർ സ്റ്റഡി ചെയ്യണമെന്നുണ്ട്, അതും വിത്ത് സ്കോളർഷിപ്പോട് കൂടി ചെയ്യണമെന്നുണ്ട്. സണ്ടർലാൻഡ് എന്നൊരു യൂണിവേഴ്സിറ്റി തന്നെ എനിക്ക് വേണമെന്നുണ്ട്. പരിശുദ്ധ അമ്മയെ എനിക്ക് വേണ്ടി അതിനുള്ള സഹായം ചെയ്തു തരണം. ഇത്രയും ഞാൻ അമ്മയിൽ വിശ്വസിച്ചാണ് മുന്നോട്ട് പോയത്. ഇനിയും അങ്ങോട്ടും അതുപോലെ അമ്മയും തിരുക്കുമാരനും എനിക്കൊപ്പം വേണം. മാത്രമല്ല, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. ജോസ് പച്ചൻ പറഞ്ഞൊരു കാര്യം എന്നെ എപ്പോഴും സ്ട്രൈക്ക് ചെയ്യായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. അതെപ്പോഴും ഞാൻ ഇടവിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കും. അതായത് 1 മിനിറ്റ് ഞാൻ വെറുതെ ഇരിക്കുവാണെങ്കിൽ എൻ്റെ മനസ്സിലത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം എന്ത് പണിയെടുത്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവൻ കുളിക്കുമ്പോൾ പോലും ഞാനത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരിക്കലും മാതാവും ഈശോയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വിട്ടുപോകരുതെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാസം 13-ാം തീയതിയാണ് ഞാനൊരു ഏജൻസി വഴി അതിന് ഫസ്റ്റ് ആപ്ലിക്കേഷൻ എൻ്റെത് യൂണിവേഴ്സിറ്റിക്ക് അയക്കുന്നത്. 13-ാം തീയതി അയച്ചു. 16-ാം തീയതി ഞാൻ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാവിലെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുകയാണ്, നിനക്കിന്ന് ഓഫർ ലെറ്റർ വരും, നിനക്കിന്ന് ഞാൻ ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട്, നീ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു മെയിൽ ക്രിയേറ്റ് ചെയ്ത് ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൃത്യം 9 മണിയായപ്പോൾ ഏജൻസിയിൽ അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്കിന്ന് എൻ്റെ മാതാവ് പറയുന്നുണ്ട് എനിക്കിന്ന് ഓഫർ ലെറ്റർ അയക്കും, ചേച്ചി എൻ്റെ മെയിൽ ഒന്ന് ചെക്ക് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നുണ്ട്, സിൻസ് ഒരു കാരണവശാലും അങ്ങനെ നടക്കില്ല, മിനിമം 2 വീക്സ് എങ്കിലും എടുക്കും അത് ഇവാലുവേഷനൊക്കെ കഴിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്, ഒരു വഴിക്കും അങ്ങനെ ഒരു ചാൻസ് ഇല്ല, ഒരു 2 ആഴ്ച ഉള്ളിലാവുമെന്ന് പറഞ്ഞു. ഇതിനിടയിലാണ് ഞാൻ ഈ 2 ദിവസം മുന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഈ ഏജൻസി തന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, സിൻസി സണ്ടർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് പോർട്ടലിൽ മെയിൽ വന്നു, സിൻസിക്ക് ഓൾറെഡി ഓഫർ ലെറ്റർ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ വേഗത്തിലെടുത്ത് നോക്കുന്നു, എൻ്റെ മെയിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഡേറ്റാണ് ആദ്യം നോക്കുന്നത്. 16-ാം തീയതി തന്നെ മാതാവ് എന്നോട് പറഞ്ഞ സെയിം ഡേറ്റിന് ഉച്ചയ്ക്ക് 3 മണിയോട് കൂടിയിട്ടാണ് എൻ്റെ മെയിലിലേക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നേക്കുന്നത്. അത് വെറുതെ അല്ല, ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ട പ്രകാരം തന്നെ എനിക്ക് 5000 പൗണ്ടോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ്, ഏകദേശം 5 ലക്ഷം രൂപയോളം സ്കോളർഷിപ്പ് തന്നിട്ടാണ് എനിക്ക് ആ സെയിം യൂണിവേഴ്സിറ്റിയിൽ ഒന്ന് ഓഫർ ലെറ്റർ കിട്ടിയത്. അതെൻ്റെ 3ാമത്തെ സാക്ഷിയാണ്. ഇനി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ IELTS-ന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. എനിക്കറിയാം എൻ്റെ കഴിവിനെ കൊണ്ടൊന്നും ആവില്ല എന്ന് ഞാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം. ഞാൻ എവിടെ ഫ്രീ ടൈം കിട്ടിയാലും ആദ്യം ഞാൻ മെയിനായിട്ട് കേൾക്കുന്നത് യൂട്യൂബ് ഷോർട്സ്, അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഒരുപാട് ഞാൻ കേൾക്കും. ഞാൻ അത് മനസ്സിൽ പ്രാർത്ഥിക്കും, വിശ്വസിക്കും. ഞാൻ പറഞ്ഞു, എനിക്ക് ഒരുപാട് പരീക്ഷകളിലൂടെ കിട്ടിയൊരു വിശ്വാസമാണ്, ആ വിശ്വാസത്തെ തകർക്കാൻ ഒരിക്കലും ആവില്ല എന്ന്. അപ്പോൾ ഇപ്പോഴും ഞാൻ രാവിലെ ക്ലാസ്സിന് പോകുമ്പോൾ ഇവിടുന്ന് നമ്മുടെ ഉടമ്പടി തേൻ ഞാൻ രാവിലെ 3 തുള്ളി എൻ്റെ നാവിലൊഴിച്ച് വിശ്വാസപ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക. പരീക്ഷയ്ക്ക് IELTS-ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇപ്പം ഏകദേശം എന്താ പറയുക, അടുത്ത മാസം ഞാൻ ആകെ 1 ആഴ്ചത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ അടുത്ത ആഴ്ചത്തേക്ക് അടുത്ത മാസം 2-ാം തീയതിയിലും 4-ാം തീയതിയിലുമായിട്ട് ഞാൻ മൊഡ്യൂളിന് 2-നും ഞാൻ ഡേറ്റ് എടുത്തിട്ടാണ് ഇന്ന് അച്ഛനെ കാണാനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാനും ഒക്കെ ആയിട്ട് ഞാൻ ഇന്ന് ഈ ഒരു തിരുക്കുമാരൻ്റെ മുമ്പിലേക്ക് വന്ന് ഈ സ്റ്റേജിൽ കയറുന്നതെന്ന് നന്ദി പറയുന്നത്. അതിന് പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എനിക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാമിലിയിലുള്ള ഒരാളുമായിട്ട് എനിക്കൊരു 5 വർഷത്തോളമായിട്ട് എനിക്കൊരു എന്താ പറയുക, ഞങ്ങൾ തമ്മിൽ പരസ്പരം മിണ്ടില്ല, ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ വൈരാഗ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒരിക്കലും അവളോട് ക്ഷമിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴും ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെയും ഞാൻ രാത്രി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ തോന്നുമായിരുന്നു, ഞാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കാരണത്തിനാണ് ഞാൻ കരയണമെന്ന് എനിക്കറിയില്ല. ഞാനപ്പം നേരെ മൊബൈലെടുത്തു, വീഡിയോസ് കണ്ടു, ധ്യാനം കണ്ടിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മേ എന്തിനാണ് എനിക്ക് സങ്കടം തരുന്നത്, അമ്മ എനിക്കത് ബോധ്യപ്പെടുത്തി തരണമെന്ന് പറഞ്ഞു.
പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക്, ഞാൻ കണ്ണടച്ചിരുന്നാണ് ഇത് പ്രാർത്ഥിക്കുന്നത്, എൻ്റെ മനസ്സിലേക്ക് ഒരു കണക്ഷനും ഇല്ലാതെ ഈ പറഞ്ഞ ആളുടെ മുഖം എൻ്റെ ഉള്ളിലേക്ക് തെളിഞ്ഞ് വരികയാണ്. അപ്പം ഞാൻ മാതാവിനോട് ചോദിക്കേണ്ട, മാതാവേ ഈ സമയത്ത് എന്തിനാണ് അവളുടെ മുഖം എനിക്കിലേക്ക് തെളിച്ച് തരുന്നത്, അതൊന്ന് ക്ലിയർ ആക്കി തരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള പഴയ കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. ഞാൻ പിന്നെ ഒരുപാട് കരഞ്ഞു, ഒരു 3-4 ദിവസം ഞാൻ കരഞ്ഞു. ഞാൻ പരിശുദ്ധ അമ്മയ്ക്ക് മുന്നിൽ പോയി കഴിഞ്ഞ ദിവസം ഞാൻ പ്രതിജ്ഞ ചെയ്തു, ഇനി ഞാൻ അവളുമായിട്ട് യാതൊരു വിധത്തിലുള്ളൊരു ബുദ്ധിമുട്ടിനും ഞാനില്ല, എനിക്ക് അവളോട് ഒരു വിധത്തിലുള്ള വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല, എൻ്റെ മനസ്സിലുള്ള സകലതും ഞാൻ മറന്നു എന്നുള്ള രീതിയിൽ ഞാനത് മാതാവിന് മുമ്പിൽ വാക്ക് കൊടുത്തു. അന്ന് ഞാൻ രാത്രി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് നീലക്കരി തിരി കത്തിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തിരിയുടെ നാളത്തിലേക്ക് മാതാവിൻ്റെ രൂപം ഇങ്ങനെ എനിക്ക് കാണുകയാണ്. ആദ്യം ഞാൻ നോക്കുമ്പോഴത്തേക്കും കണ്ണടച്ച് പ്രാർത്ഥിക്കണം. അപ്പം ഭയങ്കര ഒരു വെളിച്ചമാണ് എന്നിലേക്ക് വരുന്നത്. അപ്പം ഞാൻ നോക്കുന്നു, ഇനി ആരെങ്കിലും വന്ന് റൂമിൽ ലൈറ്റ് ഇട്ടതാണെന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. എനിക്ക് ഇരുട്ടത്ത് നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. അപ്പം ഞാൻ നേരെ ഫ്രണ്ടിലേക്കാണ് നോക്കുന്നത്. അപ്പോഴത്തേക്ക് മാതാവിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിൽ ആ രൂപം എനിക്ക് കാണാൻ പറ്റി. ഞാൻ എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഞാൻ വിളിച്ചത് കാണിച്ചു, എൻ്റെ ഫോണിൽ അത് ക്യാപ്ചർ ചെയ്തു. അത് കഴിഞ്ഞ് അന്നേ ദിവസം രാത്രിയിലും ഇതേ സെയിം അനുഭവം തന്നെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ മാതാവിനോട് പറയുകയാണ്, എനിക്ക് ആകെയുള്ളൊരു ഇത് മാതാവുമായിട്ടും ഈശോയുമായിട്ടുള്ള ഈ ഉടമ്പടി ഒരിക്കലും എനിക്ക് ഈ ഒരു ബന്ധം വിട്ടുപോകാതെ എന്നിൽ കണക്റ്റായി നിൽക്കാൻ വേണ്ടി, അതിപ്പോൾ ഞാൻ ഈ നാട്ടിലെ ഏത് നാട്ടിൽ പോയാലും എനിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കൃപ എനിക്ക് തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇത്രയും നന്മകൾ, ചെറുതും വലുതുമായി തന്ന ഒരുപാട് നന്മകൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനോടും 1000 കോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തി, പ്രേക്ഷിത പ്രവർത്തനം അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഞാൻ പഠിക്കുന്നത് ബാംഗ്ലൂരാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു, എനിക്ക് ഇത് മാതാവിനെ അറിയാൻ കഴിയാത്ത ആളുകളുടെ ഇടയിലേക്ക് ഇത് കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി കൃപാസന പത്രവും വാങ്ങി. ഞാൻ വാങ്ങുന്നത് പകുതി മലയാളം പത്രവും പകുതി കന്നഡ പത്രവും ആയിരിക്കും, പകുതി ഇംഗ്ലീഷ് പത്രവും വാങ്ങിക്കും. ഞങ്ങളുടെ കോളേജ് ഒരു മിക്സഡ് കമ്മ്യൂണിറ്റി എന്ന് വരുന്ന പിള്ളേരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ലാംഗ്വേജും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കന്നഡ പത്രം ഞങ്ങളുടെ കോളേജിൽ വരുന്ന കന്നഡ സ്റ്റുഡൻസിനും, അതുപോലെ നേപ്പാൾ, വെസ്റ്റ് ബംഗാളിൽ നിന്ന് വരുന്ന സ്റ്റുഡൻസിന് ഞാൻ ഇംഗ്ലീഷ് പത്രങ്ങളും ഒക്കെ ഞാൻ കൊടുത്ത് അങ്ങനെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയോടൊപ്പം തന്നെ ചെയ്തിരുന്നത് നമ്മുടെ യലഹങ്ക ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അവിടെ വരുന്ന ഓരോരുത്തർക്കും, ഞാൻ വർക്ക് ചെയ്ത വാർഡിലെ എല്ലാ പേഷ്യൻസിനും ഞാനത് പത്രം കൊടുക്കുമായിരുന്നു. കൊടുക്കുമ്പോൾ ഓരോരുത്തർ വന്ന് ഒരെണ്ണം കൊടുക്കുമ്പോൾ അടുത്ത ആൾ വന്ന് എൻ്റെ നിന്ന് വേറെ ആൾക്കാർ, അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു അവിടെയുള്ള ഞാൻ അപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണ്, ഞാൻ കൊണ്ടുപോയി പത്രം എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണേലും എന്താ പറയുക, ഒരുപാട് ഏജ് ആയിട്ടുള്ള ഒരുപാട് പാരൻസ് അമ്മമാർ വരുന്നുണ്ട്, അപ്പച്ചന്മാർ വരുന്നുണ്ട്. നമ്മൾ എന്താ പറയുക, അതിനെല്ലാം തന്നെ ഞാനൊരു നേഴ്സാണിപ്പോൾ, അതിൽ ഞാൻ ഒരുപാട് മാതാവിനോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നിൽ വരുന്നവരെല്ലാം തന്നെ നല്ല രീതിയിൽ ഞാൻ അവരെ ശുശ്രൂഷിക്കാറുണ്ട്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ കണക്കാക്കുന്നു. പിന്നെ നമ്മൾ ചുറ്റുമുള്ള പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മുടെ കൂടെ ഒരുപാട് മനുഷ്യർ വന്ന് നമുക്ക് കാണാൻ പറ്റും, ആഹാരത്തിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നവരെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ എൻ്റെ കയ്യിൽ ഞാനിപ്പോൾ എനിക്ക് അനർത്ഥകാലത്ത് ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എനിക്ക് ഉത്തരം വരണമെന്ന്. സങ്കീർത്തനങ്ങൾ 86:7. എൻ്റെ പേര് ഹർഷ സണ്ണി. ഞാൻ തിരുഹൃദയ ദേവാലയം പഴയങ്ങാടി കണ്ണൂരിൽ നിന്ന് വരുന്നു. 2024 ഡിസംബർ 11 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിലെ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നത്. 2024 നവംബർ 6 എൻ്റെ മാമന് ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചു. തലക്ക് ഗുരുതരമായ പരിക്കേറ്റു. തലക്കും നെഞ്ചിനും ബ്ലഡ് ക്ലോട്ടായിരുന്നു. ഇടത്തുഭാഗം മുഴുവൻ തളർന്ന അവസ്ഥയിലായിരുന്നു. കണ്ണു മുതൽ അങ്ങോട്ട് ഒന്നും അനങ്ങാത്തൊരവസ്ഥയിൽ 2.5 മാസത്തോളം വെൻറ്റിലേറ്ററിലായിരുന്നു. 1 മാസത്തോളം വെൻറ്റിലേറ്ററിൽ കഴിഞ്ഞ് മരുന്നിനൊന്നും മാമൻ റെസ്പോണ്ട് ചെയ്യുന്നില്ല. രോഗി ലേപനം വരെ മാമന് ലഭിച്ചു. എന്ത് ചെയ്യണമെന്നറിയാത്ത സിറ്റുവേഷനായിരുന്നു. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, നീ പോയിട്ട് കൃപാസനത്തിൽ പോയിട്ട് ഉടമ്പടി എടുക്കൂ, മാമന് സുഖമാവും എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. കൃപാസനം മാതാവിന് വിശ്വാസമായിരുന്നു, പക്ഷേ ഉടമ്പടിയിൽ തീരെ വിശ്വാസമില്ലായിരുന്നു. അത്രയും നെഗറ്റീവിലായിരുന്നു ഞാൻ കേട്ടിരുന്നത്. എന്നാൽ അമ്മേൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഇവിടെ വരികയും ഉടമ്പടി ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തു. അതിനുശേഷം ദൈവം എന്നെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഞാൻ ഉടമ്പടി എടുത്തു. 14 ഹോസ്പിറ്റലിൽ പോയി വെഞ്ചരിച്ച തൈര്യം വിശ്വാസപ്രമാണം ചൊല്ലി മാമൻ്റെ ഇടത്തുഭാഗത്ത് കുരിശടയാളമിട്ടു. വെഞ്ചരിച്ച ഉപ്പ് മാമൻ്റെ ഭക്ഷണത്തിൽ കൊടുത്തു. അതിൻ്റെ ഫലമായി 17 മാമൻ്റെ മൂക്കിലെ ട്യൂബ് എടുക്കുകയും വായിലെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. 26 ഡിസംബർ മാസം എൻ്റെ താലുമാലയിലായിരുന്നു ഞാൻ കാശ് രൂപ ഇട്ടിരുന്നത്. കാരണം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നൊരു ആഗ്രഹത്തോടെയാണ് ഞാൻ അതിലിട്ടത്.
പക്ഷേ 26-ാം തീയതി എൻ്റെ കയ്യിൽ നിന്നും കാശ് രൂപം നഷ്ടപ്പെട്ടു. അച്ഛൻ പറഞ്ഞിരുന്നു, കാശ് രൂപം നഷ്ടപ്പെട്ടാൽ നമുക്ക് ദുരന്തം വരാൻ പോകുന്ന മാതാവ് സൂചന കാണിക്കുന്നു എന്നാണ്. അന്ന് വൈകുന്നേരം തന്നെ എനിക്കത് ലഭിച്ചു. എന്നാൽ 27-ാം തീയതി മാമന് BP ഡൗണായി, ക്രിട്ടിക്കൽ സ്റ്റേജായി. ICയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ റെഫർ ചെയ്തു. 4 ലക്ഷം രൂപ അടച്ചാൽ മാത്രമേ ICയിലേക്ക് അവർ അഡ്മിഷൻ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. എന്ത് ചെയ്യണമെന്ന് തന്നെ അറിയില്ല. താലിമാല പണയം വെക്കേണ്ട സിറ്റുവേഷൻ വെച്ചു. എന്നിട്ട് ഞാൻ മാർച്ച് മാസം ഉടമ്പടി പുതുക്കി. നിയോഗത്തിൽ മാമന് പൂർണ്ണ ആരോഗ്യം ലഭിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഡെയിലി ബ്രെഡിലും ചൊവ്വാഴ്ചകളിൽ ഉടമ്പടി ധ്യാനത്തിലും മാമന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പും തൈലവും മാമനെ പൂച്ചതിൻ്റെ ഫലമായി മാതാവിൻ്റെ മണക്കുമാസമായ മെയ് മാസം മാമന് പൂർണ്ണ ആരോഗ്യം ലഭിച്ചു. 2 വർഷം കഴിഞ്ഞാലേ നടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി വെറും 6 മാസം കൊണ്ട് ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഒറ്റയ്ക്ക് നടക്കുകയും എല്ലാ കാര്യങ്ങൾ ചെയ്യുകയും കണ്ണ് തുറന്നാലും തുറന്നില്ലെങ്കിലും ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ കണ്ണ് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശിയതിൻ്റെ ഫലമായി ഇടത്തെ കണ്ണ് തുറന്നു. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ മാമൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു. അതാണ് മാമനെ ഞാൻ ഇന്ന് കൊണ്ടുവന്നത്. ഇന്നെൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം എന്ന് കരുതിയാൽ മാർച്ച് മാസത്തിൽ തന്നെ എനിക്ക് 2.5 ലക്ഷം രൂപ ഒരാൾക്ക് കടം തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ വന്നിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ ഒരു സ്വർണവും ഇല്ല. ഞാൻ ഒത്തിരി കരഞ്ഞു. മാതാവിൻ്റെ മുമ്പിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ബൈബിൾ തുറന്നപ്പോൾ ഏഷ്യാ പ്രവാചകൻ 30-ാം അധ്യായം 7-ാം തിരുവചനമാണ് കിട്ടിയത്. ജെറുസലേം നിവാസികളെ, നിങ്ങൾ ഇനിമേൽ വിലപിക്കരുത്. നിൻ്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് നിന്നോട് കരുണ കാണിക്കും, നിന്നോട് ഉത്തരമരുളുമെന്ന് തിരുവചനമാണ് കേട്ടത്. ഞാൻ എൻ്റെ യേശുവേ എന്ന് വിളിച്ചു. രേഖ വെക്കാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു, പക്ഷേ ഒന്നും നടന്നില്ല. ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലവും പൂശതിൻ്റെ ഫലമായി രേഖ പണയം വെക്കുവാനും അതിലൂടെ എനിക്ക് പൈസ കിട്ടുകയും കടം തീർക്കുകയും ചെയ്തു. മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതുപോലെ 3ാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തൊരു വ്യക്തിയായിരുന്നു. യൂട്യൂബ് നോക്കിയായിരുന്നു ഞാൻ സ്റ്റിച്ചിങ് ചെയ്തിരുന്നത്. പക്ഷേ അത് പെർഫെക്റ്റ് ആയിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷം കാശ് രൂപവും അതുപോലെ എൻ്റെ മിഷീനിലും കത്രികയിലൊക്കെ വെഞ്ചരിച്ച് തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി പൂച്ചതിൻ്റെ ഫലമായി എനിക്ക് ബ്ലൗസ് പെർഫെക്റ്റായിട്ട് അടിക്കുവാനും ഒത്തിരി പേർക്ക് അടിച്ചു കൊടുക്കാനും ഓർഡറുകളും കിട്ടി. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ 4ാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ 11-ാം തീയതി ജൂൺ മാസം 11-ാം തീയതി ആയിരുന്നു എനിക്ക് ഉടമ്പടി പുതുക്കേണ്ടത്. അന്ന് എനിക്ക് വരാൻ പറ്റില്ല എന്ന് കരുതിയായിരുന്നു. എൻ്റെ വലത്തെ കാലിന് പെട്ടെന്ന് 2 ദിവസത്തിനുള്ളിൽ ഒരു ചെറിയൊരു ഉണൽ പോലെ വരികയും പഴുത്ത് അതൊരു കുഴിയായി വരികയും കാല് മൊത്തം നീരായിട്ട് വരികയും ചെയ്തത്. ഞാൻ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. എനിക്ക് അപ്പർ സീറ്റായിരുന്നു കിട്ടിയിരുന്നത്. മേലെ കയറാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഞാൻ വരുന്നതിന് മുന്നോടിയായിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി കാലിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നീല കളർ ഡ്രസ്സ് ഇട്ടിട്ട് ആരെങ്കിലും എൻ്റെ ട്രെയിനിൽ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കണ്ണൂരെത്തിയപ്പോൾ ഒരു നീല ടീഷർട്ട് ഇട്ട് ഒരു പെൺകുട്ടി വരികയും ഞാൻ ഒന്നും ചോദിക്കാതെ തന്നെ അവളെ ലോവർ സീറ്റ് എനിക്ക് തരികയും ചെയ്തു. എൻ്റെ ജീവിതത്തിൽ ഉടമ്പടിയിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് കരുതിയാലും എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി പത്രം ഞാൻ എൻ്റെ വീടിന് ചുറ്റും അക്രൈസ്തവരായിരുന്നു, അവരെ വീടുകളിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ മാസത്തിൽ എല്ലാ മാസവും കുമ്പസാരിക്കുകയും ഞായറാഴ്ചകളിൽ മുടങ്ങാതെ ദിവ്യബലിയിൽ പങ്കെടുക്കുകയും ദിവ്യബലിയിൽ പങ്കെടുക്കുമ്പോൾ എനിക്ക് മാതാവിൻ്റെ സുഗന്ധ അഭിഷേകം ലഭിച്ചിരുന്നു. മുല്ലപ്പൂവിൻ്റെ മണമായിരുന്നു എനിക്ക് ലഭിച്ചിരുന്നത്.